തൂബലനാ 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 ഹത്തിയതീനേ തൂ വെളിച്ചം കാട്ടിയതീനേ നിയതീനേ തൂബലനാ തൂബലനാ ഹത്തിയതീനേ തൂ വെളിച്ചം കാട്ടിയതീനേ നിയതീനേ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പഠിച്ചത് അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളിലുമുള്ള കുറവുകളും വീഴ്ചകളും അല്ലാഹു അവന്റെ ഫള് കൊണ്ട് വിട്ട് പൊറുത്ത് അവന്റെ ഫള് കൊണ്ട് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ബുശ്റാക്കുമുൽ യൗമിന്റെ ഭാഗമായി ഏതാനും ചില കാര്യങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ നിന്ന് നല്ല ഒരു ലൈവ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരുന്നു. അതിന്റെ ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അവറുകളുടെ നല്ല ഒരു പ്രസംഗം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അർത്ഥവത്തായ ഒരു പ്രസംഗം. മഹാനവറുകളുടെ പ്രസംഗങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ്. വളരെയേറെ കാര്യങ്ങൾ അടങ്ങുന്ന വാക്കുകൾ, പല തെറ്റിദ്ധാരണകളും, പണ്ഡിതന്മാർക്ക് തന്നെ ഉള്ള പല തെറ്റിദ്ധാരണകളും അടിമുടി തിരുത്തുന്ന തരത്തിലുള്ള ചില പോയിന്റുകളും ചില വാക്കുകളും. മഹാനവറുകളുടെ ചരിത്രം അല്ലെങ്കിൽ പ്രസംഗം, ക്ലാസ് എല്ലാം അങ്ങനെ തന്നെയാണ്. എവിടെയുമുള്ള ധാരണകൾ, തെറ്റായ ധാരണകൾ, അതേത് തരത്തിൽ വന്നാലും ശരി, അതിനൊക്കെ തിരുത്തുന്ന തരത്തിലുള്ള പ്രസംഗമായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് ആയിരിക്കും. ഔഹാമ ഖയാലാത്തുകൾ എന്ന് പറയും. ചിലപ്പോൾ ക്ലാസ്സിൽ പറയാറുണ്ട്, കുറെ ഔഹാമ ഖയാലാത്തുകൾ കൊണ്ട് നടക്കുകയാണെന്ന് പറയും. ഔഹാമ ഖയാലാത്തുകൾ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കുറെ ധാരണകൾ, അടിസ്ഥാനപരമായി യഥാർത്ഥത്തെ തൊട്ടുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാക്കപ്പെട്ടതല്ലാത്ത കുറെ ധാരണകൾ കൊണ്ട് നടക്കുന്നതിനെ സമയത്താണ് ഔഹാമ ഖയാലാത്തുകൾ കൊണ്ട് നടക്കുക എന്ന് പറയും. അതിനെ തിരുത്തുന്ന ഒരു പതിവ് മഹാനവറുകളുടെ സാധാരണ പ്രസംഗങ്ങളിലും ക്ലാസുകളിലൊക്കെ കാണാൻ കഴിയും. മദ്ഹബുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഗത്ഭരായ അറിയപ്പെടുന്ന പലർക്കുമുള്ള ചില ധാരണകളാണ് മഹാനവറുകൾ ആ ക്ലാസ്സിലൂടെ തിരുത്തും. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോവുകയല്ല. ബഹുമാനപ്പെട്ട ശൈഖുനാവറുകളുടെ പ്രസംഗം കേട്ടപ്പോ പല വിഷയങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നതാണ്. പല കാര്യങ്ങളും ക്ലാസ്സിലും അതുപോലെ പ്രസംഗങ്ങളിലൊക്കെയുള്ള പല വിഷയങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ അതൊന്ന് എടുത്തു പറഞ്ഞുവെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനാവറുകളുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ബുശ്റാക്കുമുൽ യൗമിൽ നമസ്കാരത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഇന്നും നമുക്ക് പറയാനുള്ളത്. നമസ്കാരം അതിന്റെ ഗൗരവത്തോടെ കണക്കിലെടുത്ത് ചെയ്യണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഒരു മുഅ്മിൻ ചെയ്യാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ നമസ്കാരം. ആ നമസ്കാരം അതർഹിക്കുന്ന ഗൗരവത്തോടെ അല്ലാഹുവിന്റെ അളമത്തിനെ ഉൾക്കൊണ്ട് ആ അളമത്തിന്റെ മുന്നിൽ നിന്ദ്യത പ്രകടിപ്പിക്കാനും നിസ്സാരത കാണിക്കുവാനും ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് എന്ന നിലക്ക് മനസ്സിലാക്കി ചെയ്തെങ്കിൽ തന്നെ ആ ഇബാദത്ത് കബൂലാവുള്ളൂ, അല്ലാത്തത് കബൂലാവില്ല. അത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമാ തഖബ്ബലു സ്വലാത്ത മിമ്മൻ തവാള ലിഅളമതി. എന്റെ അല്ലാഹു പറയാൻ, എന്റെ അളമത്തിന്റെ മുന്നിൽ തവാള്, നിസ്സാരത, നിന്ദ്യത കാണിക്കുന്ന പ്രകടമാക്കുന്ന നമസ്കാരം മാത്രമേ ഞാൻ കബൂലാക്കുള്ളൂ. അല്ലാതെ അറിയാതെ ചെയ്തു പോകുന്ന ആംഗ്യങ്ങൾ അല്ലാഹു തആല കബൂൽ ചെയ്യില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ബുശ്റാക്കുമുൽ യൗമിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള നമസ്കാരം എന്ന വിഷയം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആ കബൂൽ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് ഇബാദത്തിനെ അല്ലാഹു നമുക്കൊക്കെ ഉയർത്തി തരുമാറാവട്ടെ. ആമീൻ. ഏതായാലും അല്ലാതെ ചെയ്യുന്ന നമസ്കാരങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയും അവന്റെ ദിക്റിന് വേണ്ടിയുമാണ്. വാഖിമു സ്വലാത്ത ലിദിക്രി, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടിയാണ് നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു തആല ശറഅാക്കിയിട്ടുള്ളത്. ആ നമസ്കാരത്തിലൂടെ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് നടത്തുന്ന ഒരു മിഅ്റാജാണ്. മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണല്ലോ നമസ്കാരം. മുഅ്മിന്റെ മിഅ്റാജാണ് നമസ്കാരം. മിഅ്റാജിന്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകി. അപ്പോ മറ്റുള്ള ഇബാദത്തുകളിൽ നിന്നും ദീനിന്റെ മറ്റ് സർവ്വ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥിതി, ഒരവസ്ഥ നമസ്കാരത്തിനുണ്ട്. ബാക്കിയുള്ളതൊക്കെയും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇങ്ങോട്ട് വഹി അറിയിച്ചതാണെങ്കിൽ, നമസ്കാരം അല്ലാഹു തആല നൽകുന്നത് അങ്ങോട്ട് വിളിച്ചു വരുത്തി നേരിട്ട് നൽകുന്നതാണ്. അങ്ങോട്ട് വിളിച്ചു വരുത്തി നേരിട്ട് നൽകുകയാണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ നമസ്കാരത്തിന്റെ ഗൗരവം വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നമസ്കാരം മെഹറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് നേരിട്ട് അല്ലാഹുവിന്റെ സന്നിധിയിൽ എത്തുകയും ആ തിരുസന്നിധിയിൽ നിന്ന് നേരിട്ട് വാങ്ങുകയും ചെയ്തു. അല്ലാഹുവിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള യാതൊരു ഇടയും മറ്റാരുമില്ലാതെ നേരിട്ട് അല്ലാഹുവിലേക്ക് മനുഷ്യൻ പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമസ്കാരത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അത് തന്നെയാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശവും. മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്. ആ മിഅ്റാജ് നേടണമെങ്കിൽ ആ മിഅ്റാജിന്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന ഒരു സ്ഥിതി ആ നമസ്കാരത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞല്ലോ, ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവ് ഉദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ ചന്ദ്രനെ കാണുന്നത്, 14 രാവ് ഉദിച്ചാൽ ചന്ദ്രനെ കാണാൻ ഒരു പ്രയാസമില്ലല്ലോ. അൽ തുലാമൂന ഫി റുയത്തി, യാതൊരു അവ്യക്തതയുമില്ലാത്ത നിലക്ക് വളരെ വ്യക്തമായി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ചന്ദ്രനെ കാണാൻ കഴിയും. ആ കാണുന്നത് പോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണും, നിങ്ങളുടെ റബ്ബിനെ പിന്നീട് നിങ്ങൾ കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു നിലക്കുള്ള അവ്യക്തതയുമില്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലാഹുവിനെ കാണാൻ കഴിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അത് കാണാൻ നിങ്ങൾക്ക് എന്തില്ല, ലാ തുലാമൂന ഫി റുയത്തി, അത് കാണാൻ ഒരു പ്രയാസം നിങ്ങൾക്കില്ലാതെ നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ഒരു മിഅ്റാജ് അല്ലാഹുവിനെ നേരിട്ട് കാണുന്ന സ്ഥിതി നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ അതിനുള്ള മാർഗം എന്താണെന്നല്ലേ, ഫമനിസ്തതാഅ മിൻകും അല്ലാ യുഗ്ലബ അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വലാ ഖബ്ല ഉറൂബിഹാ ഫൽയഫ്അൽ. അതുകൊണ്ട് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, ഇങ്ങനെ ഒരു അവസരമുണ്ട്, റബ്ബിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്കൊക്കെ ലഭിക്കാനുണ്ട്. അതിനെന്ത് വേണം, സാധിക്കുമെങ്കിൽ അല്ലാ യുഗ്ലബ അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള നമസ്കാരമുണ്ടല്ലോ, അതായത് സുബഹി നമസ്കാരം, വലാ ഖബ്ല ഉറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള നമസ്കാരം, അതായത് അസ്ർ നമസ്കാരം. ഈ 2 നമസ്കാരവും നിങ്ങൾക്ക് അസാധ്യമാവാതിരുന്നു കൊള്ളട്ടെ, അല്ലെങ്കിൽ അസാധ്യമാവാത്ത ഈ നമസ്കാരങ്ങൾ അതിന്റെ പൂർണ്ണ രൂപത്തിൽ കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യട്ടെ, ഫൽയഫ്അൽ ചെയ്തു കൊള്ളട്ടെ. അതായത് ഈ 2 നമസ്കാരത്തെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് ഉറങ്ങുന്ന സമയമാണ് സുബഹിന്റെ സമയം. അതുപോലെ അവന്റെ ജോലിയും തിരക്കും ഒക്കെ കഴിഞ്ഞ് വിശ്രമിച്ചതിന്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അസറിന്റെ സമയം. അപ്പോഴും മോനൊരു വിശ്രമിക്കുന്ന സമയമാണ്, അപ്പോഴാണ് അസറാകുന്നത്. അപ്പൊ ഈ 2 സമയം കൂടുതൽ മനുഷ്യൻ അശ്രദ്ധ വരാനും മടി തോന്നാനും സാധ്യതയുള്ള പ്രത്യേകമായ 2 സമയങ്ങളാണ്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അത് തന്നെ അത്രയും സാധ്യതയുള്ള ഒന്ന് പ്രത്യേകം എടുത്തു പറയുമ്പോൾ അല്ലാത്തത് ഏതെങ്കിലും ശ്രദ്ധിക്കണമെന്നതിന് അർത്ഥമാവുമല്ലോ. അതുകൊണ്ട് നമസ്കാരം കൃത്യമായി കൊണ്ടു നടക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊള്ളട്ടെ. എന്തിനാ സാധിക്കുമെങ്കിൽ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണണമെങ്കിൽ വേണോ, അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ
അതിനുള്ള കാർഡാണെന്ത് നമസ്കാരം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യവും ഭംഗിയുമായി നിർവഹിക്കാൻ സാധിക്കുമോ എങ്കിൽ അള്ളാഹുവിനെ കാണാം. അപ്പൊ അള്ളാഹുവിനെ കാണാൻ വേണ്ടിയും അള്ളാഹുവിനെ നേരിട്ടും അവനുമായി മുനാജാത്ത് നടത്താൻ വേണ്ടിയും അള്ളാഹു തആല നൽകിയ മെഹറാജ്, ആ മെഹറാജിന്റെ രാത്രിയിൽ നൽകിയ നമസ്കാരം, ആ നമസ്കാരം മുഅ്മിനായ മനുഷ്യന്റെ മെഹറാജാണെന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ അവനുണ്ടാവണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങി സലാം വീട്ടുന്നതോടുകൂടി സലാം വീട്ടുന്നത് തന്നെ എന്തിനാ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അവൻ നമസ്കാരം തുടങ്ങിയപ്പോ ഈ ഭൗതിക ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. അവന്റെ ബന്ധങ്ങളൊന്നും ഇവിടെയില്ല. പിന്നെ പൂർണ്ണമായും അള്ളാഹുവിന്റെ തിരു ഹളറത്തിലാണ് അവനുള്ളത്. ആ ഒരവസ്ഥയിലാണ് അവന്റെ നമസ്കാരം നടക്കുന്നത്. പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ആളുകളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, കുടുംബത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് തിരിച്ചു വരുന്ന ഒരു സ്വഭാവം. അപ്പോ നമസ്കാരം തുടങ്ങി കൊടുക്കുന്നതോടുകൂടി മനുഷ്യൻ അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് നടത്തുന്ന ഒരു മെഹറാജായി. മാത്രമല്ല നേരിട്ട് തന്നെ അള്ളാഹുവിനെ കാണാൻ ആ നിലക്കുള്ള മെഹറാജ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ നേരിട്ട് കാണുന്ന ഒരു മഹാഭാഗ്യം അതുകൂടി എന്തുകൊണ്ടുണ്ടായിത്തീരുന്നു? നമസ്കാരം കൊണ്ടുണ്ടായിത്തീരുന്നു. അതുകൊണ്ട് അത് സൂക്ഷിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാതിരുന്നാൽ അതും കൂടി മനസ്സിലാക്കണമല്ലോ, മറുവശമുണ്ട്. അങ്ങനെ ഒന്നുമല്ലാത്ത ഒരു നമസ്കാരം നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യില്ല. മാത്രമല്ല അത്തരത്തിലുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുകയല്ലാത്ത, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കലല്ലാത്ത മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന നമസ്കാരം, ആ നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ എന്ന്. മുനാഫിഖീങ്ങൾ അല്ലാഹുവിനോട് വഞ്ചന കാണിക്കാൻ, ചതി പ്രയോഗിക്കുകയാണ്. അതായത് അവരുടെ ഉള്ളിൽ ഈമാനില്ല, പുറമെ ഈമാൻ നടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുഅ്മിനീങ്ങൾ നമസ്കരിക്കുന്നത് പോലെ വന്ന് നമസ്കരിക്കും, മുഅ്മിനീങ്ങൾ പ്രവർത്തിക്കുന്നത് പോലൊക്കെ പുറമെ പ്രവർത്തിക്കും, ഉള്ളിൽ ഇതൊന്നും വിശ്വാസവും ഇല്ല. അപ്പൊ അള്ളാഹുവിനോടൊരു വഞ്ചന കാണിക്കുന്ന സ്വഭാവം, അള്ളാഹുവിനോട് വഞ്ചന കാണിക്കുന്നവനെ പോലെ, അള്ളാഹുവിനെ പറ്റിക്കുന്നവനെ പോലെ ഉള്ളിൽ ഇതൊന്നും അറിയാതെ, വിശ്വസിക്കാതെ, മനസ്സിൽ തട്ടാതെ നമസ്കരിക്കുന്നു, പുറമെ മാത്രം നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള അമലുകൾ ചെയ്യുന്നു. ഈ ചെയ്യുന്നത് അള്ളാഹുവിനെ വഞ്ചിക്കുന്നവന്റെ സ്വഭാവം. അള്ളാഹുവിനോടൊരു ചതിപ്രയോഗം നടത്താം, അള്ളാഹുവിനെ പറ്റിക്കുന്നത് പോലെ. അള്ളാഹു വിചാരിക്കുകയാണ് ഇവനിങ്ങനെ നിസ്കരിക്കണമൊക്കെ കണ്ടപ്പോ ഓന്ന ശരിക്കും മുഅ്മിനീനായിരിക്കും, മുഅ്മിനീങ്ങളുടെ പോലെ തന്നെ അവന്റെ മേലും ബാഹ്യമായ നിയമങ്ങളൊക്കെ നടക്കുന്നു, മുഅ്മിനീങ്ങൾക്കുണ്ടാവുന്ന സംരക്ഷണം അവർക്കുണ്ടാകുന്നു, മുഅ്മിനീങ്ങളുടെ ബാഹ്യമായ നിയമങ്ങളൊക്കെ അവനും ഉണ്ടാകുന്നു. അപ്പോ അള്ളാഹുവിനെ ഞാൻ താൻ പറ്റിച്ചു, അവൻ അള്ളാഹുവിനെ പറ്റിക്കുന്നു എന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്ന, പ്രകടമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണത്. വാസ്തവത്തിൽ വഹുവ ഖാദിഉഹും, അള്ളാഹു തിരിച്ച് അവനങ്ങോട്ട് അതിനനുസരിച്ച് പെരുമാറുകയാണ് ചെയ്യുന്നത്. ഇവൻ അള്ളാഹുവിനെ പറ്റിക്കുന്നത് പോലെ പ്രവർത്തിക്കുമ്പോ വാസ്തവത്തിൽ അള്ളാഹു അവനോട് അതേ രൂപത്തിൽ ഇങ്ങോട്ട് പെരുമാറാൻ, നീ അങ്ങനെ നടക്ക്, നീ ഇങ്ങനെ ആളെ പറ്റിച്ചുകൊണ്ടും മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടും പുറമെ അഭിനയിച്ചുകൊണ്ടും അങ്ങനെ നടക്ക്, അവസാനം നിനക്കൊരു പിടുത്തം ഞാൻ പിടിക്കാനുണ്ട് എന്നതാണ് തിരിച്ച് അള്ളാഹു അവനോട് ചെയ്യുന്നത്. പിന്നെ അള്ളാഹു പറയാ വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, അവരുടെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ നമസ്കാരത്തിലേക്ക് നിന്നാൽ മടിയന്മാരായിട്ട് നിൽക്കും. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമസ്കരിക്കാൻ പോവാ, നമസ്കരിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മടി, അതിൽ താല്പര്യമില്ലായ്മ, അതിനൊന്നും താല്പര്യമില്ലായ്മ. നമസ്കരിക്കാൻ പോവുക എന്ന ഒരു മടി പിടിച്ചുകൊണ്ട് പോകുന്ന സ്വഭാവം, ഇത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ മടിയോടുകൂടെ പോവുക, മനസ്സിൽ താല്പര്യവും ഇഷ്ടവും സന്തോഷവും ഇല്ലാതെ പോവുക എന്നത് മുനാഫിക്കിന്റെ സ്വഭാവം ആണ്. ഇത് പൂർണ്ണാർത്ഥത്തിൽ മുനാഫിക്കിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് മുനാഫിക്കിന്റെ സ്വഭാവത്തിൽ അത്രയും അംശം അവനിൽ ഉണ്ട് എന്നാണ് അതിന് അർത്ഥമാക്കേണ്ടത്. നമസ്കരിക്കാൻ പോവാൻ
എത്രത്തോളം താല്പര്യക്കുറവ് ആര് കാണിക്കുന്നോ, ആരുടെ മനസ്സിലുണ്ടാകുന്നോ, അത് മുനാഫിക്കാവുമ്പോ യഥാർത്ഥത്തിലുള്ള കാഫിറായ മുനാഫിക്കാകുമ്പോ അവനിൽ അത് പൂർണ്ണാർത്ഥത്തിലുണ്ടാവും. അല്ലാത്ത മുനാഫിക്ക്, അല്ലാത്ത മുഅ്മിൻ തന്നെയാണ്, പക്ഷേ അതിലെത്ര വലിയ താല്പര്യം കാണിക്കാതെ പോകുന്നവരിലോ എത്രത്തോളമാണോ അവന്റെ താല്പര്യക്കുറവ് ആ വിഷയത്തിൽ, അത്രയും അവനിൽ ഏതുണ്ട് നിഫാഖിന്റെ സ്വഭാവങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് വേണം അതിനർത്ഥമാക്കാൻ. കാമോക്കുസാല യുറാഊനന്നാസ, അവര് പോകുന്നതിന് ആളുകളെ ബോധ്യപ്പെടുത്താനാ. അല്ലെങ്കിൽ മുനാഫിക്കാണ്, താൻ നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ പിന്നെ ഇവൻ മുനാഫിക്കാണെന്ന കാര്യം പുറത്തറിയോലോ, ആളുകൾ അറിയോലോ. ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ടും ആഖിറത്തിലെ സവാബിനെ ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടാനുള്ള താല്പര്യം കൊണ്ടും ചെയ്യുന്നതല്ല. പിന്നെ ചെയ്തില്ലെങ്കിൽ ആളുകളൊക്കെ പറയുമല്ലോ എന്നതാണ് ഇവന്റെ പ്രശ്നം. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, പിന്നെ അള്ളാഹു പറയാ, ആ നമസ്കാരത്തിൽ അള്ളാഹുവിനെ അവൻ ഓർക്കുന്നില്ല. ഇല്ലാ ഖലീലൻ, വളരെ തുച്ഛമല്ലാതെ, വളരെ കുറവല്ലാതെ. മുനാഫിക്കാവുമ്പോ തീരെ അള്ളാഹുവിനെ ഓർക്കുകയില്ല. അല്ലാത്തവനാണെങ്കിലോ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയുള്ള നമസ്കാരത്തിൽ വളരെ കുറവ് മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ തുടങ്ങുമ്പോൾ ഒരു അള്ളാഹ് എന്ന് ഓർമ്മ വരും, പിന്നെ അവസാനിക്കുമ്പോൾ ഓർമ്മ വരും, പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു തോന്നലുകൾ ഇങ്ങനെ വരും, അള്ളാഹ്ന്നൊരു വരവും പോക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെയുള്ള നമസ്കാരം, ഇതൊക്കെ മുനാഫിക്കിന്റെ നമസ്കാരമാണ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഖൗലുഹു ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല ഐ ഫീ സ്വലാത്തിഹിം ലാ യഖ്ശഊന ഫീഹാ വലാ യദ്റൂന മാ യഖൂലൂൻ ബൽ ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ വഅമ്മാ യുറാദുഹു ബിഹിം മിനൽ ഖൈരി മുഅ്രിദൂൻ. അതായത് നമസ്കാരത്തിൽ അവർക്ക് ഖുശൂ ഇല്ല, ഭക്തിയില്ലാത്ത നമസ്കാരക്കാരാണ് എന്നാണ്. വലാ യദ്റൂന മാ യഖൂലൂൻ, നമസ്കാരത്തിൽ പറയുന്നുണ്ട്, ചൊല്ലുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് അറിയുന്നില്ല. ഫാത്തിഹ ഓതുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ളതൊക്കെ ചൊല്ലുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, അത് അറിയുന്നില്ല. അങ്ങനെയുള്ള നമസ്കാരമാണ് മുനാഫിക്കീങ്ങളുടെ നമസ്കാരം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയാൻ, തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ് എന്നിങ്ങനെ 3 വട്ടം പറഞ്ഞു. അപ്പൊ എടുത്ത് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം എന്ത് ചെയ്യാണ്, ആളുകളുടെ ശ്രദ്ധ, സഹാബത്തിന്റെ ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുകയാണ്. അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു 3 വട്ടം അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയാണ് എന്തെന്ന്, യജ്ലിസു യർകുബു ശംസ, അവനങ്ങനെ ഇരിക്കും, യർകുബു ശംസ, സൂര്യനെ നോക്കിക്കൊണ്ട്, സൂര്യനെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. അഥവാ സമയം പോണത്, സൂര്യനെ നോക്കുക എന്ന് പറഞ്ഞാൽ സമയം അങ്ങനെ പോകുന്നത് നോക്കിയിരിക്കും. ഇനി എത്രയുണ്ട് സമയം, ഇനിയുണ്ട് സമയം, ബാങ്ക് കൊടുത്തിട്ടല്ലോ, ഇനി അടുത്ത ബാങ്ക് കൊടുക്കുക എത്ര സമയമുണ്ട്, പിന്നെയും കുറച്ച് ഞാൻ നോക്കും എത്ര സമയമുണ്ട്, ഇനിയുണ്ട് 1 മണിക്കൂർ, അപ്പൊ കുറച്ചുകൂടി സമയമുണ്ട്, പിന്നെയും നോക്കും, അപ്പൊ ഇനി അരമണിക്കൂറുണ്ട്. അങ്ങനെ നോക്കി സൂര്യനെ നോക്കിയിരിക്കാൻ സമയം പോകുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും. ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ, ആ സൂര്യൻ ശൈത്താന്റെ 2 കൊമ്പിന്റെ ഇടയിലായാൽ, അതായത് ഈ പറയുന്നത് അസ്ർ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അസ്ർ നമസ്കാരമാണ് മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരം എന്ന് വേറെ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അസ്ർ നമസ്കാരം, ആ അസ്റിന്റെ സമയം പോകുന്നത് ഇങ്ങനെ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും, സമയം പോകുന്നത് ഇങ്ങനെ നോക്കിയിരുന്ന്, വീണ്ടും സമയമുണ്ട്, ഇനിയുണ്ട് സമയം, ഇനിയുണ്ട് സമയം, മഗ്രിബിയാവാൻ ഇനിയും സമയമുണ്ടല്ലോ. അങ്ങനെ കാത്തിരുന്ന് സൂര്യൻ അസ്തമിക്കാൻ സമയത്ത് എന്ത് ചെയ്യും, സൂര്യന് സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ഉദിക്കുന്ന സമയത്തും സൂര്യനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അപ്പോ ആ സമയത്ത് ശൈത്താന്റെ ജോലി എന്താ, അവിടെ ചെന്നിക്കുക, അവിടെ ചെന്നിക്കും. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ അങ്ങനെ ചെന്നിട്ട് ഞാനും ഉണ്ട് ഇതിലൊന്ന് കാട്ടുന്ന ചില ആൾക്കാരുണ്ടല്ലോ. എവിടെയെങ്കിലും ആരെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാ, ചില ആൾക്കാരുണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് മുഖം കാട്ടാം, ഞാനും ഇവിടെ ഉണ്ട്, അങ്ങനെ ചില ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ. എന്നതുപോലെ ശൈത്താന്റെ ഒരു ജോലിയാണ് എന്തെന്ന്, സൂര്യൻ അസ്തമിക്കാൻ സമയത്ത് പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ ചെന്നിക്കുക. ഇവിടെ സൂര്യനെ ആരാധിക്കുന്ന കുറെ ആളുകളുണ്ട്, സൂര്യൻ ആരാധിക്കുന്ന ആളുകൾ. അവര് സുജൂദ് ഇവര് സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ശൈത്താൻ ഓടി ചെന്നിട്ട് അവിടെ നിൽക്കും. അതെന്തിനാ, അപ്പൊ മുമ്പ് പറയും, സുജൂദ് ഉസ്താദിന് അല്ല ശൈത്താനാണ്, ഈ സുജൂദ് ശൈത്താനാണ്, ശൈത്താന്റെ ആൾക്കാർ മനസ്സിലാക്കണം. ശൈത്താന്റെ അനുയായികളെ പറ്റിക്കാണ് മുമ്പ്, ശൈത്താന്റെ ജോലിയാണത്.
ഈ സുജൂദ് ചെയ്യുന്ന സമയത്ത് സൂര്യന്റെ ആ അസ്തമിക്കുന്ന സമയത്ത് ഇവൻ അവിടെ ചെന്ന് നിൽക്കുക. അപ്പൊ സൂര്യന് സുജൂദ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാൻ, തന്നെയാണ് ഈ സുജൂദ് ചെയ്യുന്നത്, തനിക്കാണ് ഈ ബഹുമാനമൊക്കെ കിട്ടുന്നത് എന്ന് തന്റെ അനുയായികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇബ്ലീസ് എടുക്കുന്ന ഒരു പണിയാണത്. അങ്ങനെ ആ ഒരു പണി ഈ സമയത്ത് എന്ത് ചെയ്യുക, ഈ മുനാഫിക്ക് എന്ത് ചെയ്യും, ഇനിയിപ്പോ ബാങ്ക് കൊടുക്കാനായി, മഗ്‌രിബിക്ക് ഇനി ഒരു 10-15 മിനിറ്റേ ഉള്ളൂ, ഇനിയിപ്പോ എന്താ ചെയ്യാ, എഴുന്നേറ്റ് പോയി അതുവരെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സുറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, നമസ്കരിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല, മടി വരികയാണ്. അങ്ങനെ ഇരുന്ന സമയം അതിന്റെ ലാസ്റ്റ് എത്തും എന്ത് ചെയ്യുക, എഴുന്നേറ്റ് കാമ, പിന്നെ എഴുന്നേറ്റ് ഫനഖറ അർബഅൻ, 4 കൊത്തങ്ങോട്ട് കൊത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം തന്നെ കണ്ടില്ലേ, ഫനഖറ അർബഅൻ, 4 കൊത്ത്. ആ 4 റക്അത്താണ് നിസ്കരിച്ച് തീർക്കുന്നതിനെ സംബന്ധിച്ചാ പറഞ്ഞത്. ഒരു 4 കൊത്തല്. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, ആ നമസ്കാരത്തിൽ അല്ലാഹുവിനെ അവൻ വളരെ കുറവായി, വളരെ കുറച്ചേ അവൻ ഓർക്കുന്നതിനുണ്ടാവുള്ളൂ, വളരെ കുറച്ചേ ഓർക്കുന്നുണ്ടാവുള്ളൂ. ഇത് വളരെ കുറച്ച് ഓർക്കുന്നവന്റെ നമസ്കാരത്തെ സംബന്ധിച്ചാണ് തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി പറയുന്നത്. എന്നാലോ പലരും തീരെ ഓർക്കുന്നില്ല, അള്ളാഹ് എന്നൊരു ചിന്തന വന്നിട്ടുണ്ടാവില്ല. ഇല്ലാ കലീല എന്നല്ല, വലാ കലീല എന്നാണ് അവരുടെ സ്ഥിതി. തീരെ ഓർക്കുന്നില്ല, അവരറിയുന്നില്ല നിസ്കരിക്കുന്നത്. അത് തുടങ്ങി അവസാനിക്കുമ്പോൾ മാത്രമേ 4 ആയെങ്കിൽ എന്നായി നോക്കുക, പിന്നെ സലാം വീട്ടുക എന്നൊരു നമസ്കാരം. അപ്പൊ അവരെ സംബന്ധിച്ച് എന്തെന്നാ പറയേണ്ടത്, ഈ നമസ്കാരത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുനാഫിക്കിന്റെ നമസ്കാരം എന്നാ പറഞ്ഞത്. അത് വല്ലാത്തൊരു പ്രയോഗമാണത്. ഓൻ മുനാഫിക്കാണ്, അവന്റെ നമസ്കാരം മുഅ്മിനിന്റെ നമസ്കാരമല്ല, മുനാഫിക്കിന്റെ നമസ്കാരമാണ്. അത് വലിയൊരു പ്രയോഗമാണ്, വളരെയേറെ ആശങ്ക ഉണ്ടാക്കുന്ന, വളരെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു പ്രയോഗമാണ്. നമസ്കാരം എന്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടോ, റബ്ബിനെ ഓർക്കാൻ വേണ്ടിയുള്ളതാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ റബ്ബിനെ ഓർക്കാതെ, റബ്ബിനെ വളരെ തുച്ഛമായി മാത്രം ഓർമ്മ വരുന്ന നമസ്കാരം ആര് നമസ്കരിക്കുന്നോ ആ നമസ്കാരക്കാരൻ മുനാഫിക്കാണ്. അപ്പൊ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി എന്നൊക്കെ മറ്റ് മുനാഫിക്കിന് പല പ്രയോഗങ്ങളും പല ഏതുണ്ട് അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണാർത്ഥത്തിലുള്ള മുനാഫിക്ക് അവൻ ദർക്കുൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് അവനുള്ളത്. ഏറ്റവും അടിയിലെ തട്ടിൽ കൊണ്ടുപോയിടും അവന്റെ കാപട്യമാണ് അതിന്റെ കാരണം. എന്നാൽ ഈ നിഫാഖിന്റെ സ്വഭാവം നമസ്കാരക്കാരനായി നടക്കുന്നവരിൽ ഉണ്ടെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവനെ സംബന്ധിച്ചാണ് ഈ പ്രയോഗിക്കുന്നത് മുനാഫിഖ്. അപ്പൊ അത് വളരെ അപകടകരമാണ്. ഇതൊരു വയല് കേൾക്കുക, ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കുക, ഇനി അടുത്ത ക്ലാസ്സും കേൾക്കുക, പിന്നെയും ക്ലാസ് കേൾക്കുക എന്നതിൽ ഒതുക്കേണ്ട ഒരു വിഷയമല്ല. ഇതിന് എന്താണ് പരിഹാരം എന്നത് കണ്ടെത്തന്നെ വേണം. അത് പരിഹാരം കണ്ടെത്തി പ്രയോഗിച്ചെങ്കിൽ തന്നെ നമുക്കൊക്കെ രക്ഷയുള്ളൂ. അക്കാര്യം തീർച്ചയാണ്. അല്ലെങ്കിൽ അപകടം തന്നെയാണ്. അള്ളാഹു അവന്റെ ഫള് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തണം. അവന്റെ ഫള് നമുക്കത് ആഗ്രഹിക്കാം. അതേസമയം പരമാവധി കഴിയും വിധം നമ്മളത് ശ്രമിക്കുകയും വേണം. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അത് വലിയ വിഷയം തന്നെയാണ്. മുനാഫിക്കിന്റെ നമസ്കാരം എന്നാണ് പറഞ്ഞത്. യാനി മൻ അഖറ സ്വലാത്തൽ അസ്രി ഇലൽ ഇസ്ഫിറാരി ഫഖദ് ശബ്ബഹ നഫ്സഹു ബിൽ മുനാഫിഖി ഫഇന്നൽ മുനാഫിഖ ലാ യഅതഖിദു സിഹ്ഹത്ത സ്വലാത്തി. അതാണ് നമസ്കാരം അതിന്റെ ഫലത്തിൽ കൊള്ളണം, അത് ശരിയാവണം, അതിന് കേടുവരരുത്. ഇതൊന്നും മുനാഫിക്കിനില്ല. അങ്ങനെ ഇല്ലാതെ നമസ്കരിക്കുന്നവനോ നമസ്കാരത്തെ അതിന്റെ ലാസ്റ്റ് ടൈമിലേക്ക് പിന്തിക്കുക. അതിന്റെ അർത്ഥം എന്താ? മടിയാണ്, താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മ തന്നെ മുനാഫിക്കിന്റെ സ്വഭാവം. അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും അതുമില്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? പിന്നെന്താ ഒരു ആംഗ്യങ്ങൾ കാണിക്കൽ മാത്രമാണ്. അത് മുനാഫിക്കിന്റെ നമസ്കാരമാണെന്ന് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുണ്ടായ കാരണം അതാണ്. അതുകൊണ്ട് നമസ്കാരം തീർച്ചയായും അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന തരത്തിൽ, അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി മനസ്സിനെ തളച്ചിടുന്ന തരത്തിൽ തന്നെ നമസ്കരിക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. നമസ്കാരത്തിൽ ഹൃദയത്തിന് സാന്നിധ്യം ലഭിക്കുക. ഹൃദയത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, നമസ്കാരം എന്നല്ല ഇബാദത്തുകൾ അല്ലാഹു തആല കബൂൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരീരത്തോടൊപ്പം ഹൃദയം കൂടി സാന്നിധ്യം ഉണ്ടായിരിക്കണം. അല്ലാത്തതൊന്നും അല്ലാഹു കബൂൽ ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ സാന്നിധ്യം ഉണ്ടാകുന്നതിന് തടസ്സമാകുന്ന പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് നമുക്കതിന് സാധിക്കുന്നില്ല?
അത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മനുഷ്യൻ ഉദാഹരണമായി നേരം പുലർന്ന് അവന്റെ ജോലി മറ്റ് ഏർപ്പാടുകളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി, ഈ സമയം ഇതിലേക്ക് ഇറങ്ങി ളുഹറിന്റെ സമയം, ഉദാഹരണമായിട്ട് ളുഹറിന്റെ സമയം ആകുന്നത് വരെ ഇവന്റെ ജോലിയിലും അവന്റെ ഏർപ്പാടിലും അവന്റെ ചുറ്റുപാടുകളിലും മറ്റു കാര്യങ്ങളിലും അവന്റെ മനസ്സ് മുഴുകിയിരിക്കുകയാണ്. അതാണ് മനസ്സിൽ ആകെ കൂടി മനസ്സിലുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. അതിങ്ങനെ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുക ഇവന്റെ ഹൃദയത്തിൽ. ഇതിനിടയിൽ പെട്ടെന്ന് എന്ത് ചെയ്തു? അതാണ് ഹൃദയം ശീലിച്ചതും ഹൃദയത്തിന് ശീലമായി വന്നത് അതാണ്. ആ ഒരവസ്ഥയിൽ നിന്ന് മനസ്സിനെ പെടുന്നനെ പറിച്ചെടുത്ത് മറ്റൊരു സ്ഥാനത്ത് കൊണ്ടുപോയി സ്ഥാപിക്കുക. അതാകട്ടെ തീരെ പരിചയമില്ലാത്തതാണ്. ആ മനസ്സിനെ മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി ആ മനസ്സിന് പരിചയവും ശീലവും ഇല്ലാത്ത മറ്റൊരു അവസ്ഥയിൽ കൊണ്ടുപോയി നടുകയാണ്, സ്ഥാപിക്കുകയാണ്. അത് മനസ്സിന് ശീലമില്ല, പരിചയമില്ല. അള്ളാഹ് എന്നൊരൊറ്റ ചിന്തയിൽ മാത്രം ഒതുക്കി നിർത്തുക എന്നത് മനസ്സിന് ശീലമില്ല, തീരെ ശീലമില്ല. ആ രൂപത്തിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിനെ അതിൽ ഒതുക്കി നിർത്താൻ കഴിയാതിരിക്കുക എന്നത് സ്വാഭാവികമാണ്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിനാണ് മുന്നേ നമ്മളൊരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടെ എന്ത് ചെയ്യണം? അള്ളാഹ് എന്ന ഓർമ്മ മനസ്സിന് കൊടുത്തുകൊണ്ടിരിക്കണം. ഹൻളലത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, വലാകിൻ സഅതൻ വസഅതൻ യാ ഹൻളല, ഹൻളലത്തെ ഇടയ്ക്കിടെ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ഒരു ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന അള്ളാഹ് എന്ന ചിന്ത ഭക്തിയും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതി നിലനിർത്തി കഴിഞ്ഞാൽ മനസ്സിന് എപ്പോഴെങ്കിലും ഇടയ്ക്കെങ്കിലും കുറെയൊക്കെയെങ്കിലും ശീലമുള്ള ഒന്ന് തന്നെയാകും അള്ളാഹുവിനെ ഓർക്കുക എന്നത്. ഒരു ശീലം മനസ്സിനുണ്ടാക്കുകയാണ്. ആ ഒരു മനസ്സിനെ അള്ളാഹുവിന്റെ ദിക്റിലായി തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറെയൊക്കെ അത് സഹായകമായി തീരും ചെയ്യും. അതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഹൻളലത്ത് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതും. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഏത് ജോലി എടുക്കുകയാണെങ്കിലും, എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, എന്ത് കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിലും നമ്മളൊക്കെ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ മുഴുകരുത്. അതൊക്കെ അങ്ങനെ ഭംഗിയായി നടക്കട്ടെ, അതോടൊപ്പം ഇടയ്ക്കിടെ അല്ലാഹ് എന്ന ഒരു ഓർമ്മ മനസ്സിന് ഇടയ്ക്കിടെ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹ് എന്ന ഒരു ചിന്ത ഇടയ്ക്കിടെ മനസ്സിന് കൊടുത്തുകൊണ്ടിരുന്നാൽ മനസ്സിന് അതും ഒരു ശീലമാവും ഒരു പരിധിവരെയെങ്കിലും. അപ്പോ ആ മനസ്സിനെ ബാങ്ക് കൊടുത്തതിന്റെ ശേഷം മറ്റൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ അല്ലാഹ് എന്ന ദിക്റിൽ നമ്മൾ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ അത് മനസ്സിന് വലിയൊരു പ്രയാസം ഉണ്ടാകില്ല. ശീലമുള്ള ഒന്ന് തന്നെയാവോലോ. അതിനു വേണ്ടി ആ ഒരു ശീലം, ആ ഒരു സ്വഭാവം നമ്മൾ നിലനിർത്തണം. എന്ത് ഏർപ്പാട് ചെയ്യുകയാണെങ്കിലും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മനുഷ്യന് അവന്റെ ഹൃദയത്തിന് സാന്നിധ്യം ലഭിക്കാതിരിക്കാൻ, ഹൃദയത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടാൻ പ്രധാനമായി രണ്ട് കാരണങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി വിശദമായി നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. വസബബു മവാരിദിൽ ഖവാതിരി ഇമ്മാ യകൂന അംറൻ ഖാരിജൻ ഔ അംറൻ ഫീ ദാതിഹി ബാത്തിനൻ. ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ മറ്റ് ചിന്തകൾ, അല്ലാഹ് എന്നതല്ലാത്ത മറ്റു ഓർമ്മകളും കാര്യങ്ങളും കടന്നു വരുന്നതിന്റെ വഴി രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ പുറമേ നിന്ന് വരുന്നത്, അതല്ലെങ്കിൽ ഇവന്റെ ഹൃദയത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ളത്, ഇവന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പുറമേ നിന്ന് വന്നൊരു കാരണം കൊണ്ടല്ല, ഇവനിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്നതായിരിക്കാം. പുറമേ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഫമാ യഖ്റഉ സമഅ, അവന്റെ കേൾവിയിൽ തട്ടുന്ന, അവന്റെ കേൾവിയിൽ ഒരു കാര്യം വരിക, ചെവിയിൽ ഒരു കാര്യം വരിക. ഔ യൽഹറുൽ ബസരി, അല്ലെങ്കിൽ അവന്റെ കണ്ണിൽ അവൻ നമസ്കരിക്കാൻ നിൽക്കുകയാണ്. ഒരാൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ ഇവൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഇവന്റെ കണ്ണിൽ നമസ്കാരത്തിനിടയിൽ എന്തോ ഒരു കാര്യം പെട്ടുപോയി, എന്തോന്ന് കണ്ടുപോയി. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവന്റെ കണ്ണിൽ എന്തോ ഒരു കാര്യം കണ്ടുപോയി. ആ കണ്ടപ്പോ അത് അവന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു. ആ കണ്ടതിന്റെ പിന്നാലെയായി പിന്നെ അവൻ കുറച്ചു സമയം പെടുന്നനെ ഇവനൊരു കാര്യം കാണാൻ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം കാണാണ്. ആ കണ്ടതിന്റെ പിന്നാലെ അതിൽ നിന്ന് പിന്നെ അവന് പല കാര്യങ്ങളും ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ അവന്റെ കുറച്ചു സമയം ആ കണ്ടതിന്റെ പിന്നാലെ അവന്റെ മനസ്സിങ്ങനെ ഓടി നടക്കുക. ഇത് സ്വാഭാവികമാണ്, സാധാരണ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ഇവൻ നമസ്കാരത്തിനിടയിൽ കേട്ടു, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുടിക്കാർ അനൗൺസ്മെന്റ് ഇങ്ങനെ പോകണം. അപ്പൊ എന്ത് ചെയ്തു? മുടിക്കാരത് ഇങ്ങോട്ട് കേട്ടപ്പോ ഇവന്റെ മനസ്സിൽ എന്ത് ചെയ്തു? ആ ഒരു വിഷയങ്ങളൊക്കെ വന്നു. പിന്നെ മനസ്സ് കുറച്ച് ആ രൂപത്തിൽ ഇങ്ങനെ ഓടി നടന്നു.
പല രൂപത്തിൽ കാതിൽ കേൾക്കുന്നതോ കണ്ണുകൊണ്ട് കാണുന്നതോ ആയ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഉണ്ടാകുമ്പോ ആ കാര്യത്തിലൂടെ എന്ത് ചെയ്തു, അവന്റെ ചിന്ത, അവന്റെ മനസ്സ് മറ്റ് പല വിഷയങ്ങളിലും ഇങ്ങനെ ഓടി നടക്കുക. ഇത് പുറമേ നിന്ന് വരുന്നതാണ്. ഇതിനെന്താ മാർഗം? ഇതിനുള്ള മാർഗം എന്താന്ന് വെച്ചാൽ ഇലാജുഹു ഖത്ഉ ഹാദിഹിൽ അസ്ബാബ് ബിഅൻ യഗുദ്ദ ബസറഹു. ഇതിനുള്ള മാർഗം എന്താ? പുറമേ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളതൊക്കെ കാണാനും കേൾക്കാനും സാധ്യതയുള്ള സ്ഥലത്ത് നിസ്കരിക്കാം. ഇവന്റെ മനസ്സിനെ ഇവന്റെ കണ്ണുകൊണ്ട് കാണുന്നതിലൂടെ, കാതുകൊണ്ട് കേൾക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മറ്റ് തടസ്സങ്ങൾ, ആ തടസ്സങ്ങളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്താൻ ഇവന് സാധ്യമല്ലെങ്കിൽ പിന്നെ ഖുശൂ കിട്ടുന്നില്ലെങ്കിൽ കണ്ണടച്ച് നിസ്കരിക്കാൻ, കണ്ണങ്ങോട്ട് അടച്ചു നിസ്കരിക്കുക. നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. ഇവന്റെ മനസ്സിന് സാന്നിധ്യം കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാ? കണ്ണടച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന്. അതിന് പുറമേ നിന്നുള്ളത് അവന്റെ കണ്ണിൽ കാണാതിരിക്കാനെന്നർത്ഥം. അതൊരു മാർഗം മാത്രം. ഔ യുസല്ലി ഫീ ബൈത്തിൻ മുസ്ലിമിൻ, അല്ലെങ്കിൽ ഒരു ഇരുട്ടുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുക. ഇരുട്ടുള്ള റൂമിൽ വെച്ച് നമസ്കരിക്കുക. അതൊക്കെ അതിനുള്ള ചില മാർഗങ്ങളാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇരുട്ടുള്ള റൂമിൽ വെച്ച് നമസ്കരിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ മുന്നിൽ ഇവന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ സാധ്യതയുള്ള ഒന്നും ഇവന്റെ മുന്നിൽ വെക്കരുത്. ഇവൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാണാൻ സാധ്യതയുള്ള, അതുവഴി അവന്റെ ശ്രദ്ധ ചിന്ത പല വഴിക്കും പോവാൻ സാധ്യതയുള്ള ഒന്നും ഇവന്റെ മുന്നിൽ ഉണ്ടാവരുത്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമസ്കരിക്കുക. അതല്ലെങ്കിൽ വയഖുറുബു മിനൻ ഹായിത്തിൻ ഇൻദ സ്വലാത്തിഹി, നമസ്കരിക്കുമ്പോൾ അവന്റെ മുന്നിൽ ഒരു മതിലിന്റെ മുന്നിൽ, ഒരു മതിലിനോടോ ചുമരിനോടോ അടുത്തു നിൽക്കുക. അപ്പൊ പിന്നെ കൂടുതൽ അടുത്തു നിന്നാൽ പരമാവധി ഇവന്റെ കണ്ണിൽ പലതും പെടാതിരിക്കാൻ അത് സഹായകമാകും. ഇങ്ങനെ അതേപോലെ തന്നെ പുറമേ ഉള്ള ആളുകളൊക്കെ പോകുന്ന വഴികൾ റോഡിലൊക്കെ വെച്ച് നിസ്കരിക്കാതിരിക്കുക ഒക്കെ സാധിക്കുമെങ്കിൽ. അതേപോലെ വഫീ മവാളിൽ മങ്കൂഷത്തിൽ മസ്നുവാത്തി, എന്തെങ്കിലും ചിത്രപ്പണികളും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള, വരച്ചിട്ടുള്ള ഏതെങ്കിലും വിരിപ്പിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലോ നിന്ന് നമസ്കരിക്കാതിരിക്കുക. അതേപോലെ ചായം കൊണ്ട് ചായം കൊടുത്തിട്ടുള്ള ഭംഗിയുള്ള മുസല്ലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ നമസ്കരിക്കൽ കറാഹത്തും കൂടിയാണല്ലോ. അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു വരുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാൻ, വലിദാലിക കാനൽ മുതഅബ്ബിദൂന യതഅബ്ബദൂന ഫീ ബൈത്തിൻ സഗീരിൻ മുസ്ലിമിൻ സഅതുഹു ഖദ്റു സുജൂദി ലിയകൂന ദാലിക അജ്മഅ ലഹും എന്ന്. ഈ കാരണം കൊണ്ടാണ് മനസ്സിനെ തിരിച്ചുവിടുന്ന കാരണങ്ങളെ ഒഴിവാക്കുക എന്ന മാർഗം സ്വീകരിച്ചത് കൊണ്ടാണ് മഹാന്മാരായ ആബിദീങ്ങളായ, ഇബാദത്തിന് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച ആബിദീങ്ങളായ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? അവർ ഒരു ചെറിയ റൂമുണ്ടാക്കും. ബൈത്തുൻ മുസ്ലിമിൻ, ഇരുട്ടുള്ള ഒരു റൂം. സഅതുഹു ഖദ്റു സുജൂദി, ഇയാൾക്ക് സുജൂദ് ചെയ്യാൻ മാത്രമേ അതിൽ സൗകര്യം ഉണ്ടാവുള്ളൂ. ഇയാൾക്ക് നിന്ന് നിസ്കരിക്കണം, സുജൂദ് ചെയ്യാനുള്ള വീതി വിസ്താരം തന്നെ അതിനാകെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരുട്ടുള്ള ഒരു റൂം ഉണ്ടാക്കിയും കൊണ്ട് അലിയകൂന ദാലിക അജ്മഅ ലഹും, അത് അവരുടെ ശ്രദ്ധ നമസ്കാരത്തിൽ കൂടുതൽ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം സ്വീകരിക്കുകയായിരുന്നു. ചെറിയ ഒരു ഇടുങ്ങിയ റൂം ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നത് ആബിദീങ്ങളായ മഹാന്മാരായ ആളുകളൊക്കെ സ്വീകരിച്ചു വന്ന മാർഗം ആണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇബാദത്തിൽ ഇവന്റെ ശ്രദ്ധ തളച്ചിടുക എന്നതായിരുന്നു. അത് മഹാന്മാരായ ആളുകളുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് സാധാരണ കാണാൻ കഴിയും. പഴയ പള്ളികൾ, ഇപ്പോ നാട്ടിലൊന്നും പഴയ പള്ളികളില്ല, പഴയ പള്ളികളിലൊക്കെ ചില മൂലകളിൽ ഇതുപോലെയുള്ള റൂമുകൾ ഉണ്ടാക്കിയതായിട്ട് കാണാം. ഇപ്പോഴും വെളിയങ്കോട് കാളിയര പള്ളിയിൽ, വെളിയങ്കോട് ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പള്ളിയിൽ ഇപ്പോഴും ആ റൂമുണ്ട്. വെളിയങ്കോട് പോയാൽ കാണാൻ പറ്റും. അവിടെ അകത്തെ പള്ളി ഇപ്പോഴും പഴയ പള്ളി തന്നെയാണ്. അവിടെ ഇതുപോലെ ഒരു ചെറിയ റൂം ഉണ്ടാക്കപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമസ്കാരത്തിൽ ശ്രദ്ധ തളച്ചിടാൻ വേണ്ടി, മറ്റുള്ളത് ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടി സ്വീകരിച്ച ചില മാർഗങ്ങൾ ആയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് വായിച്ചെന്ന് മാത്രം. ഇതാണ് ഒന്നാമത്തത്, പുറമേ നിന്ന് വരുന്ന കാരണങ്ങളാണ്. അത് തടയാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാരണം, അതാണ് ഏറ്റവും പ്രയാസമുള്ളത്. പുറമേ നിന്ന് വരുന്നത് കാണാനും കേൾക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കാൻ പറ്റും.
ഉള്ളിൽ നിന്ന് തന്നെ ഇവന്റെ മനസ്സിൽ തന്നെ സ്വാധീനം ഉള്ള, ഇവന്റെ മനസ്സിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. ഇവന്റെ ജോലിയും കച്ചവടം, കുടുംബം, പ്രശ്നങ്ങളും, നാട്ടിലെ കുഴപ്പങ്ങളും, തെരഞ്ഞെടുപ്പും, ഗവൺമെന്റും, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ മനസ്സിലിങ്ങനെ ചർച്ചയാണ്. നേരം വെളുത്ത് വൈകുന്നേരമായി ഉറങ്ങുന്നത് വരെ ചർച്ചകളാണ്. ഇതൊക്കെയാണ് ഇവന്റെ മനസ്സിലുള്ളത്. ഈ വിഷയങ്ങളാണ് പിന്നെ മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്. അത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. ഫൈന്നമൻ തശഅബതു ബിഹിൽ ഹുമൂമു ഫീ ഔദിയത്തി ദുനിയാ, ദുനിയാവിന്റെ ഊടുവഴികളിൽ, ദുനിയാവിന്റെ വ്യത്യസ്തങ്ങളായ വഴികൾ, ഊടുവഴികൾ, വിഷയങ്ങൾ, കാര്യങ്ങൾ, അതിൽ അവന്റെ ചിന്തയും അവന്റെ ആകെയുള്ള ആലോചനയും ഒക്കെ ഇങ്ങനെ ചിന്നിച്ചിതറിക്കിടക്കുകയാണ്. ഇവന്റെ മനസ്സിൽ ദുന്യവിയായ പല വിഷയങ്ങളും ഇങ്ങനെ ചിന്നിച്ചിതറി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അവൻ ലാ യൻഹസുറു ഫിക്റുഹു ഫീ ഫന്നിൻ വാഹിദിൻ, ഇവന്റെ ശ്രദ്ധ ഒരു വിഷയത്തിൽ മാത്രം എന്താക്കൂല, ഒതുക്കി നിർത്തുക എന്ന് സാധ്യമല്ല. ഇവന്റെ മനസ്സിൽ ഇത് പല വിഷയങ്ങൾ കിടന്നിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയേറെ സ്വാധീനമുണ്ടാക്കിയിരിക്കുകയാണ് അവന്റെ മനസ്സിൽ. ബല്ലാ യസാലു യതീറു മിൻ ജാനിബിൻ ഇലാ ജാനിബിൻ, ഈ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്. ചിലപ്പോൾ അവന്റെ മനസ്സിൽ തെരഞ്ഞെടുപ്പായിരിക്കും ഉണ്ടാകുക, ചിലപ്പോൾ വേറെ ചില വിഷയങ്ങളായിരിക്കും, ചിലപ്പോ കുടുംബകാര്യങ്ങളാവും, ചിലപ്പോ ഇങ്ങനെ പല വിഷയങ്ങളിലും ഇവന്റെ മനസ്സിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എന്താണ് ചെയ്യേണ്ടത്, ഇതിനുള്ള പരിഹാരം എന്താ? ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇവൻ കണ്ണടച്ചിട്ട് കാര്യമുണ്ടോ? കണ്ണടച്ചിട്ട് എന്താ കാര്യം? കണ്ണടച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമല്ല. കാരണം ഇവന്റെ മനസ്സിൽ തന്നെയുള്ള വിഷയമാണല്ലോ അത്. ഫൈന്നമാ വഖഅഫിൽ ഖൽബി, ഇവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ, അത് തന്നെ മിൻ ഖബ്ലു, കണ്ണടക്കുന്നതിന് മുൻപ് തന്നെ, നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുൻപ് തന്നെ ഇവന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള വിഷയങ്ങൾ കാഫിൽ ലിശുഗലി, ഇവന്റെ ഹൃദയത്തെ നമസ്കാരത്തെ തൊട്ട് തിരിച്ചു കളയാൻ ധാരാളം മതി. അതുകൊണ്ട് കണ്ണടച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ഇനെന്താ ചെയ്യാ? ഫഹാദ, ഇവൻ ത്വരീഖുഹു, ഇവന്റെ മാർഗം അൻ യറുദ്ദൻ നഫ്സ ഖഹ്റൻ, ഇവൻ നിർബന്ധപൂർവം, അതാണ് വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞത്. നമ്മുടെ പരിപാടിക്ക് നമ്മൾ ക്ലാസ്സിന് വസ്തബിർ അലൈഹ എന്ന് പേര് വെക്കാനുള്ള കാരണം അതാണ്. നമസ്കാരം നിസ്കരിക്കണം, അതിന് ക്ഷമ വേണം. എന്നാൽ ഇസ്തബിർ അലൈഹ എന്ന് പറഞ്ഞാൽ ക്ഷമ ഉണ്ടാക്കി ചെയ്യേണ്ടി വരും. ക്ഷമ എന്ന് പറയുന്നത് ഉണ്ടാവൂല, അതിന് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് അതിങ്ങോട്ട് പിടിച്ചു നിർത്തുക തന്നെ വേണം. അതിനൊരു അധ്വാനം തന്നെ വേണ്ടിവരും. ദുനിയാവിലെ എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും നേടാൻ നമുക്കുണ്ടെങ്കിൽ എത്രയും പ്രയാസപ്പെട്ടുകൊണ്ടും നമ്മളത് നേടാൻ ശ്രമിക്കാറുണ്ടല്ലോ. 10 മണിക്കൂർ ഡ്യൂട്ടി എടുക്കേണ്ടുന്ന ഒരാൾ, അവന് പുരപ്പണി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ മറ്റു പല മകളെ കെട്ടിക്കാനുണ്ട്, മകളെ കെട്ടിക്കാനുണ്ട്, അങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവന്റെ മുന്നിലുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഉള്ള ഒരാൾ 10 മണിക്കൂർ ജോലിയെടുത്ത് അവൻ ക്ഷീണിതനായി. ഇവനോട് കമ്പനി പറയാണ്, ഇനി എന്ത് ചെയ്യണം, 1 മണിക്കൂർ കൂടി ഓവർ ടൈം എടുത്താൽ എന്ത് തരാം, ഒരു 10 ദിർഹം കൂടുതൽ തരും എന്ന് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസം ഓരോ മണിക്കൂർ ഓവർ ടൈം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, 50 രൂപ കിട്ടുമല്ലോ. ആ ഒരു കാരണം കൊണ്ട് 10 മണിക്കൂർ ജോലി എടുത്തിട്ടും അധ്വാനിക്കുകയാണ്. പിന്നെ 1 മണിക്കൂർ വീണ്ടും. എന്തിന്? തന്റെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ആവശ്യമുണ്ട്, അത് നേടാൻ ദുനിയാവിന് വേണ്ടി വീണ്ടും അവൻ അധ്വാനിക്കുന്നു. ഈ ദുനിയാവിന് വേണ്ടി മനുഷ്യൻ ഈ അധ്വാനിക്കുന്ന കഠിനാധ്വാനത്തിന്റെ ഒരു 10% ആഖിറത്തിന് വേണ്ടി മനുഷ്യന്മാർ അധ്വാനിക്കുകയാണെങ്കിൽ അവരിൽ പലരും ഔലിയാക്കന്മാരാവുമായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിന് വേണ്ടി മനുഷ്യൻ കഠിനാധ്വാനം സഹിക്കുകയാണ്, പ്രയാസം സഹിക്കുന്നു. ഇതിന്റെ ഒരു അംശം ആഖിറത്തിന് വേണ്ടി മനുഷ്യൻ സഹിക്കുകയാണെങ്കിൽ പലരും ഔലിയാക്കന്മാരെ പദവിയിലെത്തുമായിരുന്നു. അതില്ല, അത് സംഭവിക്കണില്ല. അതല്ലാതെ അതിന് സാധിക്കണില്ല നമുക്ക്. എന്നാൽ ഇവിടെ നമസ്കാരം അതിന്റെ വഴിയെ കൊണ്ടുവരണമെങ്കിൽ അവനുള്ള മാർഗം അൻ യറുദ്ദൻ നഫ്സ ഖഹ്റൻ ഇലാ ഫഹ്മി മാ യഖറഉഹു ഫിസ് സ്വലാത്തി വയുശ്ഗിലുഹാ ബിഹി അൻ ഗൈരിഹി. അതായത് ഇതിനുള്ള മാർഗം വളരെ കൃത്യമാണ്, വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അൻ യറുദ്ദൻ നഫ്സിനെ, ഇവന്റെ നഫ്സിനെ തിരിച്ചു കൊണ്ടുവരണം, മടക്കിക്കൊണ്ടുവരണം. ഖഹ്റൻ, നിർബന്ധപൂർവം. അതങ്ങനെ സ്വമേധയാ വരില്ല, അതിനെ പിടിച്ചിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. ഏതിലേക്ക്? ഇലാ ഫഹ്മി മാ യഖറഉഹു ഫിസ്സലാ, നമസ്കാരത്തിൽ ഇവൻ ചൊല്ലിയും ഓതിയൊക്കെ ചെയ്യുന്നതിനെ മനസ്സിലാക്കുന്നതിലേക്ക് കൊണ്ടുവരണം. അഥവാ ഫാത്തിഹ ഓതാൻ വേണ്ടി നിന്ന് ഫാത്തിഹ ഓതുകയാണെങ്കിൽ ആ ഫാത്തിഹ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ ചിന്തിച്ചാലും ഫാത്തിഹ ഓതാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മുടെ നാവും അതിങ്ങനെ വന്നോളും. ഈ ഒരു ഖിറാഅത്താണ് നമസ്കാരത്തിൽ നമ്മൾ നടത്തുന്നത്.
അതുകൊണ്ട് ഫാത്തിഹ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒന്നും നമ്മൾ അറിയാതെ പോകുന്നതും അതാ. ഈ ഫാത്തിഹ ഓതുകയാണെങ്കിൽ ആ ഫാത്തിഹയെ മനസ്സിലാക്കി അതിന്റെ അർത്ഥം എന്താണ് പറയുന്നത് ആഴത്തിലേക്ക് ഇറങ്ങിയും കൊണ്ട് ചിന്തിക്കേണ്ടതില്ല നമസ്കാരത്തിൽ. അതേസമയം ഫാത്തിഹയുടെ ആ ആയാത്തുകളിൽ അല്ലാഹു തആല പറയുന്ന ആ കാര്യങ്ങളെ മനസ്സിലാക്കിയും കൊണ്ട് പറയാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞത് അതിനെ മനസ്സിലാക്കിയും കൊണ്ട് പറയാൻ മനുഷ്യന്റെ ശരീരത്തെ നിർബന്ധിക്കുക. പറയുന്നത് മനസ്സിലാക്കി ശ്രദ്ധയോടെ പറയാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി നഫ്സിനെ നിർബന്ധിക്കുക എന്നതാണ് ഇത്തരക്കാർക്കുള്ള ഒന്നാമത്തെ മാർഗം. ചൊല്ലുന്നതും പറയുന്നതും അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. ഇതിനെന്ത് വേണം? ആ അർത്ഥമൊക്കെ ഒന്ന് പഠിക്കണം. എന്താണ് ഈ ചൊല്ലുന്നത് പറയുന്നത് എന്നെന്ത് ചെയ്യണം? അർത്ഥം പഠിക്കണം. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ലില്ലാഹി എന്ന് നമ്മൾ ചൊല്ലുന്നുണ്ട്. എന്താണ് ഈ ചൊല്ലുന്നത്? അറിഞ്ഞുകൂടാ. അതങ്ങനെ കാണാതെ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ നിന്ന്. അത് നമ്മളങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കുഴപ്പം. ആ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അതിന്റെ ബാഹ്യമായ അർത്ഥങ്ങൾ എങ്കിലും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ചൊല്ലുമ്പോൾ അത് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുക. ആ പറയുന്നതിന്റെ അർത്ഥം മനസ്സിൽ ഇങ്ങനെ ഓടിക്കുക. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിനെ ആ പറയുന്നതിൽ നമസ്കാരത്തിൽ തളച്ചിടാൻ സാധിക്കും. ഇതാണ് ഇവനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലുള്ള ചിന്തകളൊക്കെ മാറ്റി ഈ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഓതാനുള്ള മാർഗം സ്വീകരിക്കുക എന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട മാർഗം. ഇതെന്താ ചെയ്യേണ്ടത്? ആഖിറത്ത്, അതായത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുൻപ് തന്നെ അതിനൊരു തയ്യാറെടുപ്പ് മനസ്സിലുണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇടയ്ക്കിടെ മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമസ്കാരത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ നിൽക്കുന്നതിന്റെ മുൻപ് തന്നെ തഹരീം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന്റെ മുൻപ് തന്നെ ആഖിറത്തെക്കുറിച്ചൊക്കെ, ആഖിറം എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു നേരമുണ്ടല്ലോ, ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തെക്കുറിച്ച് ആഖിറത്തെ സംബന്ധിച്ചൊക്കെയുള്ള കുറച്ച് ചിന്തകളൊക്കെ മനസ്സിലിങ്ങോട്ട് പല അവസ്ഥകളും, ഖബർ, അതുപോലെ മഹ്ശർ, അങ്ങനെ തുടങ്ങി സ്വർഗം, നരകം, മീസാൻ ഹസനാത്തുകൾ തൂക്കുന്ന രംഗം, നമ്മുടെ കിതാബുകൾ നമുക്ക് നൽകപ്പെടുന്ന നമ്മുടെ കിതാബുകൾ അങ്ങനെ വരും. കിതാബുകൾ അങ്ങനെ പറന്നു വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് ഏത് കയ്യിൽ നൽകാനാണോ ഉദ്ദേശിക്കുന്നത് ആ കയ്യിൽ തന്നെ അത് കിട്ടുള്ളൂ. വലത് കയ്യിൽ നൽകാൻ ഉദ്ദേശിക്കപ്പെട്ടവന്റെ കിതാബ്, അവന്റെ ഏടുകൾ പറന്നു വന്നവന്റെ വലത് കയ്യിൽ തന്നെ നിൽക്കുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും നൽകപ്പെടാനുള്ള കൈകളിൽ അത് വന്നു വീഴും. അങ്ങനെ ആ രംഗം, അതുപോലെ മീസാനുൽ ഹസനാത്ത് തൂക്കപ്പെടുന്ന രംഗം, മഹ്ശറിന്റെ രംഗം, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കുന്ന രംഗം, സ്വർഗം, നരകം, ഇങ്ങനെയുള്ള ആഖിറത്തിന്റെ അവസ്ഥകളൊക്കെ, റബ്ബിന്റെ മുന്നിൽ ചെന്നു നിൽക്കുന്ന ഒരു അവസ്ഥകളൊക്കെ എന്ത് ചെയ്യുക? നമസ്കാരത്തിന് മുൻപ് ഒന്ന് ഓർത്ത് മനസ്സിനെ ഒന്ന് പരമാവധി പാകപ്പെടുത്തിയെടുക്കുകയും റബ്ബുമായി നേരിട്ട് റബ്ബ് ചോദ്യം ചെയ്യുന്ന, വിചാരണ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ റബ്ബുമായി നേരിട്ട് മുനാജാത്ത്, സംഭാഷണം നടത്തുന്ന ഒരു രംഗമുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ആദ്യം തന്നെ ഓർക്കുക. ഇതൊക്കെയാണ് ആദ്യമായി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇവന് ചെയ്യാനുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതൊരു മുസക്കിനാണെന്ന്. മുസക്കിന് എന്ന് പറഞ്ഞാൽ ഒരു അടോള് കൊടുക്കലാണ്. അതായത് മാരകമായ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക ശമനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്നാണിത്. ഇത്തരം മനസ്സിൽ പല ചിന്തകളിലും മനസ്സ് കിടന്ന് മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതേസമയം നമസ്കാരത്തിൽ തീരെ ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു താൽക്കാലിക ശമനം, താൽക്കാലിക മരുന്നാണിത്. ഇത് ഫലിക്കുന്നില്ല എന്ന് കാണുമ്പോ പിന്നെ അവന്റെ വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. മുസക്കിനാണ് ഈ കൊടുക്കുന്നത്. ഈ മുസക്കിന് ഫലിക്കുന്നില്ലെങ്കിൽ ഫൈൻ കാന ലാ യുസക്കിനു ഹായിജു അഫ്കാരിഹി ബിഹാദിഹി ദവാ ലാ യസ്കുനു ഹായിജു അഫ്കാരിഹി ബിഹാദ ദവാഇൽ മുസക്കിനി. ഈ താൽക്കാലിക ശമനമാകുന്ന ഇപ്പറഞ്ഞ മരുന്ന് ഫലിക്കുന്നില്ലെങ്കിൽ ഫലാ യുനജ്ജിഹി ഇല്ലൽ മുസഹിലു, പിന്നെ മുസഹില് തന്നെ കൊടുക്കേണ്ടി വരും. അത് അവന് ശരിക്ക് വയറിളക്കം അല്ലെങ്കിൽ ഓപ്പറേഷൻ തന്നെ നടത്തേണ്ടി വരും എന്ന് പറയുന്നത് പോലെ. അതായത് ഇതുകൊണ്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ അതിനുള്ള വഴികൾ അങ്ങോട്ട് മുറിച്ചിടലാണ്. അത് നമുക്കൊക്കെ വലിയ പ്രയാസമുള്ള ഒരു ജോലിയാണ്. അള്ളാഹുവിന്റെ ചിന്തയിൽ മനുഷ്യന്റെ മനസ്സിനെ തളച്ചിടാൻ ഈ മാർഗത്തിലൂടൊന്നും മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ ചിന്തയെ ഏത് വിഷയമാണ് ഇവന്റെ ചിന്തയെ പിടികൂടുന്നത്? അവന്റെ കച്ചവടാണ്.
അവന്റെ കച്ചവടമാണ് വിഷയം. കച്ചവടത്തിനെ കുറിച്ചുള്ള ചിന്തകളിലാണ് ആകെയുള്ളത്. ഇവന്റെ നിസ്കാരം മുഴുവൻ ഈ കച്ചവടത്തിലാണ്. എന്നാ പിന്നെ ഈ മരുന്ന് ഇപ്പറഞ്ഞ മരുന്ന് ഫലിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പറേഷൻ നടത്തേണ്ടി വരും, മുസക്കിൽ കൊടുക്കേണ്ടി വരും. അതെന്താ? ആ വഴി അങ്ങോട്ട് മുറിച്ചിടലാണ്. അങ്ങനെ ഒരു കച്ചവടം വേണ്ടാന്ന് വെക്കേണ്ടി വരും. അതിപ്പോ നമുക്കൊക്കെ കഴിയുമല്ലേ? അതിപ്പോ നമുക്കൊക്കെ കഴിയുമോ? അള്ളാഹുവിന്റെ ദീനിന്റെ അവന്റെ അള്ളാഹുവിന്റെ ദിക്റിനെ തടയുന്ന തരത്തിലുള്ള ആ കച്ചവടം ഉണ്ടല്ലോ, അതൊന്നും ഇനി വേണ്ട. ആവശ്യത്തിനുള്ളത് മതി. ജീവിക്കല്ലേ വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ മോശമാവാതെ, തന്റെ ഇസ്സത്ത് നഷ്ടപ്പെടാതെ തന്റെ കാര്യങ്ങൾ നടക്കണം. അതിനുള്ള വഴിയല്ലേ വേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറം ഉള്ളത് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് തന്റെ നമസ്കാരം രക്ഷപ്പെട്ട് കിട്ടാത്തത് എന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിയാണ് മുറിച്ചിടേണ്ടി വരും. മുസക്കിന് കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ മുസക്കില് തന്നെ വേണ്ടി വരും. അത് വിശദമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഒരിക്കൽ ഒരു കമീസ് ഇട്ടുകൊണ്ട് നമസ്കരിച്ചു. ആ കമീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമസ്കാരത്തിൽ ശല്യമായി. അപ്പൊ റസൂലുള്ളാഹി ആ കമീസ് അങ്ങോട്ട് ഒഴിവാക്കി. അത് വേണ്ട, അത് തിരിച്ചു കൊടുത്തയച്ചു. അതുപോലെപ്പെട്ട ബഹുമാനപ്പെട്ട ആര് അബൂദൽഹ റളിയല്ലാഹു അൻഹു തന്റെ ഒരു തോട്ടത്തിൽ നമസ്കരിക്കുകയാണ്. അപ്പോ തോട്ടത്തിൽ ഇങ്ങനെ ഈത്തപ്പനിയും പല മരങ്ങളൊക്കെ ഉണ്ടല്ലോ, വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട അബൂദൽഹ റളിയല്ലാഹു അൻഹു ദിവസിയും ത്വാറഫി ഷജരി യൽതമിസ് മഖ്റജൻ, ആ തോട്ടത്തിൽ ഒരു പക്ഷി കടന്നു വന്നു. ഈ പക്ഷി ഇതിന്റെ ഉള്ളിൽ പെട്ടുപോയി. ഇതിന് പുറത്തേക്ക് കടക്കണം. ഈ പുറത്തേക്ക് കടക്കാൻ വേണ്ടി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്നു ഈ പക്ഷി. ഇത് പറക്കുന്നത് നമസ്കാരത്തിൽ താൻ തന്റെ തോട്ടത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പക്ഷി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത് ഫാത്ബാഹു ബിബസരിഹി അല്ലെങ്കിൽ ഫത്തബാഹു ബിബസരിഹി, അതിന്റെ ബസർ കൊണ്ട് തന്റെ കണ്ണുകൊണ്ട് ഈ പക്ഷിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറക്കുന്നത് മൂപ്പര് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു പോയി. അപ്പൊ നമസ്കാരത്തിൽ എന്ത് ചെയ്തു? പിശക് സംഭവിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട അബൂദൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇങ്ങനൊരു വിഷയം ഉണ്ടായി. അതുകൊണ്ട് സുമ്മ ഖാല യാ റസൂലല്ലാഹ് ഹുവ സദഖത്തുൻ ഫലഅഹു ഹൈസു ശിഅത, എനിക്കിനി ആ തോട്ടം വേണ്ട, ആ തോട്ടം അങ്ങ് ഉദ്ദേശിക്കുന്ന ആളുകൾ, അർഹതപ്പെട്ട ആളുകൾക്ക് വീതിച്ചു കൊടുത്തോളാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അങ്ങനെയുണ്ട്. അതൊരു പ്രയാസമുള്ള മരുന്നാണ്. കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് പ്രയാസമൊക്കെ സഹിക്കേണ്ടി വരും. ദുനിയാവ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ ആഡംബരത്തോടുകൂടി പൂർണ്ണ ആഡംബരത്തോടുകൂടി ഉണ്ടാകും വേണം. അതേപോലെ ആഖിറവും കൂടി ഒരേ രൂപത്തിൽ അത് ഒരുമിച്ച് കൂടില്ല. രണ്ടും കൂടി അതിന്റെ പൂർണ്ണ ആഡംബരത്തിൽ ഒരുമിച്ച് കൂടില്ല. പൂർണ്ണമായ ഭംഗിയായി ആഖിറം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദുനിയാവിൽ എന്ത് ചെയ്യേണ്ടി വരും? ആവശ്യത്തിന്മേൽ മാത്രം ചുരുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ആ വിഷയം അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം കാണാൻ പറ്റും. എന്നാൽ ഈ പല വിഷയങ്ങളിലും തന്റെ ശ്രദ്ധ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന, ചിന്ത അലഞ്ഞു നടക്കുന്ന ഒരാള്, അയാൾ തന്റെ നമസ്കാരം മുഴുവനും തന്റെ ഇബാദത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദിക്റിൽ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല എന്നാണ്. അത് സാധ്യമല്ല. കാരണം മനസ്സിൽ പലതും സ്ഥാനം പിടിച്ചിരിക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇതിനൊരു ഉദാഹരണം പറയാണ്. വമിസാലുഹു റജുലുൻ തഹ്ത ഷജറത്തിൻ, ഒരാൾ തന്റെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ തന്റെ എന്തോ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ച് തന്റെ ആ വിഷയത്തിന് ഒരു കൃത്യമായ ഒരു തീരുമാനം കണ്ടെത്താൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു? ഒരു മരച്ചുവട്ടിൽ ചെന്നിരുന്നു. അങ്ങനെ അയാൾ അതിനെ സംബന്ധിച്ച് കാര്യഗൗരവമായി ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി വന്നിരുന്നപ്പോ ഈ വൃക്ഷത്തിന്റെ മുകളിൽ കുറെ വെട്ടുകിളികൾ, കുറെ പക്ഷികൾ, ആ വെട്ടുകിളികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുറെ കിളികൾ എന്ത് ചെയ്തു വന്നിട്ട് അത് ആ വൃക്ഷത്തിൽ അതിന്റെ കൊമ്പും ചില്ലയിൽ പാറിക്കളിക്കുകയും ശബ്ദം വെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നല്ല ശബ്ദം, വളരെ ശബ്ദം വെക്കുന്നു. ഇയാൾ എന്ത് ചെയ്യാണ്? കാര്യമായിട്ടൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? അപ്പോ ഇയാൾ ഈ പക്ഷികളെ ആട്ടാൻ വേണ്ടി ശ്രമിക്കാൻ, അയാളെ കൈകൊണ്ടോ അല്ലെങ്കിൽ കൈയുള്ള മറ്റെന്തെങ്കിലും വടികളെ കൊണ്ടോ മറ്റോ എന്ത് ചെയ്തു? ഇയാൾ ഈ പക്ഷികളെ ആട്ടി. ആ പക്ഷികളൊക്കെ ഒന്നാണ് മാറി നിന്നു. വീണ്ടും ഇയാൾ ചിന്തിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ഈ പക്ഷികളൊക്കെ വീണ്ടും ഒച്ച വെച്ചുകൊണ്ട് വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും ഇയാൾ ഇതിനെ ആട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നു, ചിലപ്പോൾ കുറച്ചൊക്കെ മാറി നിൽക്കും. വീണ്ടും എന്ത് ചെയ്യാം? പക്ഷികൾ വന്ന് ഒച്ച വെക്കുന്നത് പോലെ. ഇവിടെ രക്ഷ വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഫൈൻ അറത്തൽ ഖലാസ, ഈ പക്ഷികളിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ ഫക്തായ ഷജറത്ത, ആ മരം അവിടെ വേണ്ടാന്ന് തന്നെ വെക്കേണ്ടി വരും.
അല്ലാതെ പക്ഷികൾ അവിടെ ഒഴിഞ്ഞു പോകുമോ? ആ മാർഗം തന്നെ മുറിച്ചിടേണ്ടി വരും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഷഹവാത്തുകൾ, മനുഷ്യന്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, തന്റെ സ്വപ്നങ്ങൾ, തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇതൊക്കെ മനസ്സിൽ പേറി അതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ആലോചിച്ച് കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ഇത് പൂർണ്ണാർത്ഥത്തിൽ എന്ത് ചെയ്യുക? കൊണ്ടുവരിക, അവന്റെ അള്ളാഹുമായുള്ള മുനാജാത്ത് പൂർണ്ണമായി അവന് തെളിഞ്ഞു കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതേസമയം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയാണ്, ഇത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഇതിൽ വല്ലാണ്ട് പൂതി വെച്ചിട്ട് കാര്യമില്ല, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ആളുകൾക്ക് സാധിക്കും. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിന് സാധിക്കും. ഏതായാലും ആ ഒരു ശ്രമം, വീണ്ടും വീണ്ടും ശ്രദ്ധ, മനസ്സ് നമസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വമാഹാദ ഫലായംബിയുത്രക്കൽ മുജാഹദത്തു, ഈ അധ്വാനവും ഈ പോരാട്ടവും, മനസ്സിനെ തിരിച്ച് നമസ്കാരത്തിൽ തളച്ചിടാനുള്ള ഈ അധ്വാനവും പോരാട്ടവും അത് ഒഴിവാക്കരുത്. അതൊന്നും നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്കതൊന്നും സാധ്യമല്ല, എന്നാ പിന്നെ പോണ വഴിക്ക് പോട്ടെ എന്ന് വെക്കലല്ല. അതിനു വേണ്ടി അധ്വാനിക്കുകയും ഈ പൈശാചികവും ദുന്യവുമായ ചിന്തകൾ കടന്നു വരുന്നതിനെതിരെയുള്ള പോരാട്ടവും അത് ഒഴിവാക്കരുത്, അത് ശക്തമായി നിലനിർത്തുകയും വേണം. വറദ്ദിൽ ഖൽബിൽ സ്വലാത്തി, നമസ്കാരത്തിലേക്ക് അവന്റെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കണം. അതുപോലെ വതഖീൽ ഷാഗിലത്തി, അവന്റെ ഹൃദയത്തെ മറ്റു വഴിക്ക് തിരിച്ചുവിടുന്ന മറ്റു ചിന്തകൾക്കുള്ള കാരണങ്ങളെ കുറക്കുകയും പരമാവധി ദുനിയാവുമായുള്ള കൂടുതൽ ഇടപഴകലുകളും അതുമായുള്ള കെട്ടുപാടുകളും പരമാവധി ഒഴിവാക്കുകയും നമസ്കാരത്തിൽ ശ്രദ്ധിക്കാനും വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക എന്നത് ഒഴിവാക്കരുത് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ ചുരുക്കത്തിൽ രണ്ട് തരത്തിലാണ് മനുഷ്യന്റെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നത്, ഈ മറ്റ് പല ചിന്തകളും ബാധിക്കുന്നത് എന്ന് ചുരുക്കം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ പറയാണ്, ബാങ്ക് ഇപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുൻപ് തന്നെ നേരത്തെ പറഞ്ഞു, റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ആ ഒരു രംഗം എന്ത് ചെയ്യണം, ആ ശരിക്കും മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടൊന്ന് പാകപ്പെടുത്തണം. അപ്പൊ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കേട്ടാൽ, ഫൈദാ സമയത്ത് നിദാ അൽ മുഅദ്ദിനി, ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ ഫഹ്ളുർ ഫീ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ നീ സാന്നിധ്യം ഉണ്ടാക്കണം, നിന്റെ ഹൃദയത്തിൽ നീ ഹാജരാക്കണം. എന്ത്? ഹൗലൻ നിദാ യൗമൽ ഖിയാമ, ഒരു വിളിയാണ് ഇപ്പൊ കേൾക്കുന്നത്, അള്ളാഹുവിലേക്കുള്ള ഒരു വിളിയാണ് ഇപ്പൊ കേൾക്കുന്നത്. ബാങ്ക് കേൾക്കുന്നയാള് അള്ളാഹുവിലേക്കുള്ള ഒരു വിളിയാണ് ഇപ്പൊ കേൾക്കുന്നത്. ഈ വിളി കേൾക്കുമ്പോ നിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ഇനി ഒരു വിളി വരാനുണ്ട്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിലേക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന ഒരു വിളി വരാനുണ്ട്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു വിളി വരാനുണ്ട്. ആ വിളിയുടെ ഗാംഭീര്യം, അതിന്റെ ഗൗരവം, അതിന്റെ അപകടം, അതൊക്കെ എന്താക്കണം? നിന്റെ മനസ്സിൽ നീ ഹാജരാക്കണം. എന്നിട്ട് പിന്നെന്ത് ചെയ്യണം? നിന്റെ ഉള്ളറിഞ്ഞുകൊണ്ടും, ഈ ബാങ്ക് കേൾക്കുമ്പോ മറ്റു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊക്കെ നിർത്തി മനസ്സറിഞ്ഞുകൊണ്ട് ഈ ബാങ്കിന് ഉത്തരം ചെയ്യാനും, അതിനു വേണ്ടി ഉത്തരം ചെയ്യാൻ, ആ വാക്കുകളെ കൊണ്ട് ഉത്തരം ചെയ്യാനും, പ്രവൃത്തി കൊണ്ട് ഉത്തരം ചെയ്യാനും. പ്രവൃത്തി കൊണ്ട് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ വേഗം നമസ്കാരത്തിന് പോവാനുമുള്ള ഒരു ശ്രമം തുടങ്ങുക. ബാങ്ക് കേട്ടാൽ ഉടനെ പോയി നമസ്കരിക്കുക, അതല്ലാഹു പ്രത്യേകം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് നമസ്കാരത്തിൽ പ്രത്യേകം താല്പര്യം കാട്ടലും കൂടിയാണ്. ബാങ്ക് കൊടുത്താൽ പിന്നെയും സമയമുണ്ടല്ലോ എന്ന് വെച്ച് കാത്തിരിക്കുന്നത് മുനാഫിക്കിന്റെ ജോലിയാണ്. അതുകൊണ്ട് ബാങ്ക് കേട്ടാൽ പെടുന്നനെ നമസ്കരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പും അത് താല്പര്യത്തെ അറിയിക്കും. വേഗം അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ വിളി കേട്ടു ഉടനെ പോവുക. ആ ഉടനെ പോകാൻ വേണ്ടിയുള്ള മനസ്സ് കാണിക്കുന്നത് അതിലുള്ള താല്പര്യത്തിന്റെ മേൽ അറിയിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിന്റെ അതായത് നീ എന്ത് ചെയ്യണം? ബാങ്ക് കേട്ടാൽ നിന്റെ മനസ്സിൽ ബാങ്ക് വിളിച്ചു പോവാനായി എന്ന ഒരു സന്തോഷത്തോടു കൂടെയുള്ള ഒരു ആവശ്യപ്പെടൽ, ഒരു തേട്ടം നിന്റെ ഹൃദയത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമാണ് നിനക്ക് ബാങ്ക് കേൾക്കുമ്പോ. നിസ്കരിക്കാൻ പോവാനായി എന്നുള്ള സന്തോഷം നിന്റെ മനസ്സിൽ, നിസ്കരിക്കാൻ പോവാനായെന്ന് സന്തോഷം കേൾക്കാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ബാങ്ക് കേട്ടാൽ ചിലപ്പോൾ സന്തോഷം തോന്നും. അതെന്തിനാ?
കുറച്ചു നേരം ഡ്യൂട്ടി ഒഴിഞ്ഞിക്കാൻ പറ്റുമല്ലോ, ആ സന്തോഷമല്ല പറയണത്. ബാങ്ക് കേട്ടു അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നു നിൽക്കാനും നമസ്കാരത്തിലേക്ക് പോവാനുമുള്ള താല്പര്യത്തിന്റെ പേരിൽ മനസ്സ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മഷ്ഹൂനം ബിർറഗ്ബത്തിൽ ഇബ്തിദാരി, ആ ബാങ്കിന്റെ ഉത്തരം ചെയ്യാൻ വേഗം ചെയ്യണമെന്ന ഒരാഗ്രഹം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഫഅലം, അപ്പൊ നീ മനസ്സിലാക്കിക്കോ, അന്നഹു യഅതീക നിദാഉ ബിൽ ബുശ്റാ വൽ ഫൗസി യൗമൽ ഖലാ, ഖിയാമത്ത് നാളിൽ ഖലാഇന്റെ ദിവസത്തിൽ നിനക്കെന്ത് ചെയ്യും? ആ വിളി നിനക്ക് സന്തോഷം കൊണ്ടുവരും എന്ന് നിനക്ക് മനസ്സിലാക്കാം. അതായത് ബാങ്ക് കേൾക്കുമ്പോ നമസ്കരിക്കാൻ പോവാനുള്ള താല്പര്യവും മനസ്സിലുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുന്നു, അതിന് താല്പര്യം തോന്നുന്നു, ഈ നമസ്കാരത്തിന് പോകാനുള്ള ഇഷ്ടം നിനക്ക് മനസ്സിൽ വല്ലാതെ തോന്നുന്നു എങ്കിൽ അന്ന് ആ വിളി വരുന്ന ദിവസത്തിൽ നിനക്കെന്ത് ചെയ്യാം? ആ വിളി നിനക്ക് സന്തോഷത്തിന്റെ വിളിയായിരിക്കും എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞത്? അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ നമുക്ക് കൊണ്ട് നമുക്ക് ഇത് ചെയ്യും, മനസ്സിന് സന്തോഷം നൽകൂ. അതാണ് കാരണം. മനസ്സിന് സന്തോഷം, ബാങ്ക് കൊടുക്കാനെങ്കിൽ ഇക്കാമത്ത് കൊടുക്കാൻ പറയാം. ഇക്കാമത്ത് കൊടുക്കാൻ പറയുന്നത് എങ്ങനെ? മനസ്സിന് സന്തോഷം കൊണ്ട് ബിലാലെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന്റെ സന്തോഷം ഏതിലാണ്? ജുഇലത്ത് ഖുർറത്തു ഐനി ഫി സ്വലാ, നമസ്കരിക്കുമ്പോഴാണ് കൺകുളിർമയാവുന്നത്. അപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് അത് കാമോ കുസാല എന്ന് പറഞ്ഞ കൂട്ടത്തിലല്ല, മടിയന്മാരുടെ നമസ്കാരത്തിന്റെ കൂട്ടത്തിലല്ല. അതൊരു സന്തോഷവും ആവേശവും താല്പര്യവും കൂടിയാണെങ്കിൽ അന്നത്തെ വിളിക്കും നിനക്ക് സന്തോഷമുണ്ടായിരിക്കും, സന്തോഷത്തിന്റെ വിളിയായിരിക്കും എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ബാങ്ക് കേട്ടാൽ പിന്നെന്താ ചെയ്യേണ്ടത്? വേഗം ശുദ്ധീകരിക്കാൻ ഒളു കൊടുക്കാൻ പോകണം. ഫൈദാ തൈത ബിഹാ ഫി മകാനിക വഹുവ ലർഫുകൽ അബ്അദു സുമ്മ ഫി സിയാബിക വ ഇഗ്ലാഫുകൽ അഖറബു, അതായത് ബാങ്ക് കേട്ടു പിന്നെ നീ ഒളു കൊടുക്കാൻ പോവാണ്, ശുദ്ധിയാക്കണം. ശുദ്ധീകരണം വരുത്തുക എന്ന് പറഞ്ഞാല് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കലുണ്ട്, നജസിൽ നിന്ന് ശുദ്ധിയാവലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ശരീരവും വസ്ത്രവും അതുപോലെ നിന്നിലുള്ള അശുദ്ധി, ചെറിയ അശുദ്ധിയാവട്ടെ വലിയ അശുദ്ധിയാവട്ടെ, ഈ അശുദ്ധികളിൽ നിന്നൊക്കെ ശുദ്ധിയാവുക. ആ ശുദ്ധീകരണത്തിന് വേണ്ടി നീ തയ്യാറാവുകയാണ്. അപ്പൊ നീ ബാഹ്യമായ അവയവങ്ങളെ കഴുകാൻ പോവുകയാണ്, നിന്റെ ശരീരത്തെ കഴുകി വൃത്തിയാക്കാൻ പോവാണ്. അതുപോലെ നിന്റെ നമസ്കരിക്കാനുള്ള വസ്ത്രത്തെ വൃത്തിയാക്കാൻ, അല്ലെങ്കിൽ വൃത്തിയുള്ള വസ്ത്രം എടുക്കാൻ പോവാണ്. അപ്പൊ നിന്റെ വസ്ത്രവും നിന്റെ ശരീരവും, ബാഹ്യമായ നിന്റെ വസ്ത്രവും ബാഹ്യമായ നിന്റെ ശരീരവും അശുദ്ധികളിൽ നിന്നും അഴുക്കുകളിൽ നിന്നൊക്കെ ശുദ്ധിയാക്കുക എന്ന പ്രവൃത്തി ചെയ്യാൻ പോവാണ്. ഇതൊരു ഒളു എടുക്കുക, അല്ലെങ്കിൽ ഒരു അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുക, വസ്ത്രമൊക്കെ ഒന്ന് മാറ്റുക എന്നതിലപ്പുറം ഇത് ചെയ്യുമ്പോൾ നീ മനസ്സിലാക്കേണ്ടതാണ് എന്താണ്? ഫലാ തഗ്ഫൽ അൻലുബിക്ക അല്ലദീ ഹുവ ദാതുക വഹുവ ഖൽബുക. ഇവിടെ ബാഹ്യമായ ശരീരവും വസ്ത്രവും ശുദ്ധിയാക്കുമ്പോ ഇവിടെ യഥാർത്ഥത്തിൽ ശുദ്ധി ആവശ്യമുള്ള മറ്റൊരു വസ്തുവുണ്ട്, അത് നിന്റെ ഹൃദയമാണ്. നിന്റെ ഹൃദയത്തിൽ പല ചിന്തകളുമുണ്ട്, പല വിഷയങ്ങളുമുണ്ട്, അത് നല്ലതും അല്ലാത്തതൊക്കെയുണ്ട്. ഈ ഒരു മനസ്സ് വെച്ചുകൊണ്ട്, അശുദ്ധിയുള്ള അഴുക്കുള്ള മനസ്സ് വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോകരുത്. ബാഹ്യമായ നിന്റെ ശരീരാവയവങ്ങളെയും വസ്ത്രങ്ങളെയും ശുദ്ധിയാക്കുന്നതോടുകൂടി ആ ഒരു പ്രവൃത്തി എന്തായിക്കൊള്ളട്ടെ, യഥാർത്ഥത്തിൽ നിന്റെ ഹൃദയത്തിനുള്ള ഒരു ശുദ്ധീകരണവും കൂടിയാവട്ടെ, ശുദ്ധീകരണമാവട്ടെ. നീ വെള്ളം ഉപയോഗിക്കുന്നു, ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുന്നു, അത് പുറമെ ആളുകളെ കാണുന്ന തരത്തിലുള്ള പുറമെ. അതേസമയം നിന്റെ ഹൃദയമാണ് റബ്ബ് നോക്കുന്നത്, നിന്റെ ഹൃദയമാണ് റബ്ബ് നോക്കുന്നത്. അതുകൊണ്ട് ഫജ്തഹിദ് ലഹു തത്ഹീറൻ ബിത്തൗബത്തി വന്നദമി അലാ മാ ഫറത്ത. നിന്റെ വീഴ്ചകളും നിന്റെ കുറവുകളും തെറ്റുകുറ്റങ്ങളും അതിന്റെ മേലൊക്കെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നീ ഹൃദയത്തെ തൗബ കൊണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി അധ്വാനിക്കണം. ഈ പുറമേ നടത്തുന്ന ശുദ്ധി ആ ഉള്ളിലുള്ള ശുദ്ധിക്കും വേണ്ടി കൂടിയായിരിക്കണം. അതേപോലെ വേണ്ടാവൃത്തികളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നൊക്കെ ഇനി ഞാൻ വിട്ടുനിന്നോളാം എന്ന ഒരു നിർബന്ധമായ ഉറച്ച തീരുമാനവും ആ സംഭവിച്ചതിന്റെ പേരിലുള്ള ഖേദവും ഒക്കെ ഈ നമസ്കരിക്കാൻ പോകുന്നതിന് മുൻപ് ഒളു എടുക്കാനും ശുദ്ധീകരിക്കാനും പോകുന്ന സമയത്ത് നിന്റെ മനസ്സിനു കൂടി നൽകേണ്ടതുണ്ട്. ഫതഹിർ ബിഹാ ബാത്തിനക, നിന്റെ ഉള്ളിൽ അതുകൊണ്ട് നീ ശുദ്ധിയാക്കിക്കോ. പുറമേ വസ്ത്രം കൊണ്ടും ഒളു എടുക്കൽ കൊണ്ടൊക്കെ പൊളിച്ചുകൊണ്ടും ശുദ്ധിയാക്കുന്നുവെങ്കിൽ ബാത്തിനായ നിന്റെ കൽബിനെ, ഹൃദയത്തെ നീ ശുദ്ധിയാക്കിക്കോ. ഫഇന്നഹു മൗളിഉ നളരി മഅബൂദിക, നിന്റെ മഅബൂദായ ഇലാഹിന്റെ നോട്ടം ആ ഹൃദയത്തിലേക്കാണല്ലോ. അതുകൊണ്ട് അവിടെ റബ്ബ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഹൃദയം അഴുക്ക് പിടിച്ചതാണ്.
ഹൃദയമാണ്, അത് വൃത്തിയില്ലാത്തതാണ്. ആ വൃത്തിയില്ലാത്ത അഴുക്ക് പിടിച്ച ഹൃദയം കൊണ്ട് റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് എത്ര വൃത്തികെട്ട ഏർപ്പാടാണ്. അതുകൊണ്ട് ആളുകൾ കാണുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആളുകൾ കാണുന്നത് പുറമേയുള്ള വസ്ത്രമാണ്, ശരീരമാണ്. ആളുകൾക്ക് വേണ്ടി നിന്റെ വസ്ത്രവും നിന്റെ ശരീരവും നീ ശുദ്ധിയാക്കി റബ്ബിന് വേണ്ടി നിന്റെ ഹൃദയത്തെ അഴുക്കുള്ളതുമാക്കി ആ ഹൃദയം കൊണ്ട് റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ എത്ര മോശപ്പെട്ടതാണത്. അതുകൊണ്ട് ആ ഒതുവെടുക്കുമ്പോ, വസ്ത്രം മാറ്റുമ്പോ, ശുദ്ധീകരിക്കുമ്പോ എന്ത് ചെയ്യണം? നീ നിന്റെ ഹൃദയത്തെയും അതോടൊപ്പം ശുദ്ധിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതതിന്റെ ഒരു വഴി. അതുപോലെ പിന്നെ നീ വസ്ത്രം ഉടുത്തു, നിന്റെ ഔറത്ത് മറക്കുകയാണ്. വസ്ത്രം ഉടുക്കുക എന്ന ഔറത്ത് മറക്കലാണല്ലോ. ഈ ഔറത്ത് മറക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? നമസ്കരിക്കാൻ ഔറത്ത് മറക്കൽ ഷർത്താണ്. ഔറത്ത് മറക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? മാനാഹു തഗ്തിയത്തു മക്കാബിഹി നഫ്സിക നഫ്സാലിൽ ഖൽഖി, നിന്റെ ശരീരത്തിലെ മോശമായ സ്ഥലങ്ങളൊക്കെ മറ്റുള്ള ആളുകളുടെ കണ്ണിനെ തൊട്ട് തടഞ്ഞു നിർത്തലാണല്ലോ. അതിനല്ലേ ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ കാണൽ മോശമായി കണക്കാക്കപ്പെടുന്ന സ്ഥലത്തിനാണെന്ന് പറയാം ഔറത്ത് എന്ന് പറയാം. പ്രത്യക്ഷപ്പെടൽ മോശമായി ബുദ്ധിയുള്ളവരൊക്കെ കണക്കാക്കുന്ന സ്ഥലങ്ങൾക്ക് എന്തെന്ന് പറയും? ഔറത്ത് എന്ന് പറയും. ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ അതൊക്കെ പുറത്തു കാണുന്ന മോശമായിട്ട് കണക്കാക്കും. ബുദ്ധി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അതൊക്കെ പുറത്തു കാട്ടി നടക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഈ കാണുന്നത്. ബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മറച്ചു വെക്കേണ്ടതൊക്കെ എന്ത് ചെയ്യുക? പുറത്തു കാട്ടി നടക്കുക. അത് കന്നുകാലികളെ പോലെ ഒരവസ്ഥയിലേക്ക് അതപ്പതിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ബുദ്ധിയുള്ള, നല്ല സമനിലയുള്ള, തകരാറില്ലാത്ത ആളുകൾ പുറത്ത് കാണുന്നത് മോശമായി കണക്കാക്കപ്പെടുന്ന സ്ഥലങ്ങൾ, ഇതിനെ മറക്കലാണ് ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിനെ മറക്കുമ്പോ ഫഇന്നല്ലാഹു ബദനിക മൗളിഉൻ ലിനദറിൽ ഖൽഖി, നിന്റെ ശരീരത്തിന്റെ പുറമേയുള്ള ഭാഗങ്ങൾ അത് സൃഷ്ടികൾ കാണുന്നതാണ്. ഫമാ ബാലുക ഫി ഔറാത്തി ബാത്തിനിക വഫളാഇഹി സറായിരിക അല്ലത്തി ലാ യത്ലി അലൈഹാ ഇല്ലാ റബ്ബുക അസ്സ വജല്ല. അപ്പൊ നീ എന്താ മനസ്സിലാക്കുന്നത്? നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള അഴുക്കുകൾ, മോശപ്പെട്ട ചിന്തകളും വിചാരങ്ങളും ആഗ്രഹങ്ങളും കണക്കുകൂട്ടലുകളും സംസാരങ്ങളും, നിന്റെ ഉള്ളു വളരെ കലുഷിതമാണ്, ഉള്ളു വളരെ വൃത്തികെട്ടതാണ്, പല മോശപ്പെട്ട കാര്യങ്ങളും നിന്റെ ഹൃദയത്തിലുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് അത് ശുദ്ധിയാക്കാതെ ആളുകൾ കാണുന്ന, മോശമായി കാണുന്നതൊക്കെ നന്നായി മറച്ചിട്ട് പോകുന്നത് എത്ര മോശപ്പെട്ട ഏർപ്പാടാണ് എന്നെന്ത് ചെയ്യണം? ഈ ഔറത്ത് മറക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അപ്പോ അതൊക്കെ എന്ത് ചെയ്യാം? നമസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മാനസികമായി, ശാരീരിക മാത്രമല്ല മാനസികമായും എന്ത് ചെയ്യാണ്? ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെന്ത് ചെയ്യും? നമസ്കരിക്കാൻ വേണ്ടി വന്ന് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കും. ഇപ്പൊ ബാങ്ക് കേട്ടു, ഒളുവെടുത്തു, ഔറത്ത് മറച്ചു, ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ സഹായകമാവുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമസ്കാരത്തെ സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കണം. നമസ്കാരത്തെ സംവിധാനിച്ചത് എങ്ങനെ? നമസ്കാരത്തിലേക്ക് അങ്ങോട്ട് നിൽക്കാൻ പോകുമ്പോ ഏതൊക്കെ തരത്തിലവൻ അതിനു വേണ്ടി തയ്യാറാവേണ്ടത്. പിന്നെ ഇവൻ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നാലോ? ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഫഹുവ സർഫു ലാഹിരി വജ്ഹികാൻ സായിരിൽ ജിഹാത്തി ഇലാ ജിഹത്തി ബൈത്തില്ലാ. ഈ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ, അല്ലെങ്കിൽ നിന്റെ മുഖത്തിന്റെ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ മുൻഭാഗം എന്ത് ചെയ്യുക? മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുക. മറ്റേതെങ്കിലും ഭാഗത്തിലേക്ക് തിരിച്ചു വെച്ചാൽ പറ്റില്ല. ഖിബിലയുടെ ഭാഗത്തേക്ക് മാത്രം തിരിച്ചു വെക്കുക. നിന്റെ ശരീരത്തെ ഖിബിലയുടെ ഭാഗത്തേക്ക് മാത്രം തിരിച്ചു വെക്കുക, മറ്റ് ഭാഗങ്ങളിലേക്ക് തിരിച്ചു വെക്കാതിരിക്കുക. ഇതാണല്ലോ അഫതറാ അന്ന സർഫൽ ഖൽബി സായിറുൽ ഉമൂരി ഇലാ അംരില്ലാഹി തആല അസ്സ വജല്ല ലൈസ മത്ലൂബൻ മിൻക. എങ്കിൽ പിന്നെ നിന്റെ ശരീരത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള നിന്റെ ശരീരത്തിന്റെ മുൻഭാഗം ഖിബിലയിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കണമെന്ന് റബ്ബ് നിന്നോട് കൽപ്പിച്ച് ഷർത്താക്കി. ഇത് വെറും ഒരു തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം ആണോ? അതല്ല, അതോടുകൂടി, ആ ഒരു തിരിഞ്ഞു നിൽക്കുന്നതിനോടുകൂടി നിന്റെ ഹൃദയത്തെ റബ്ബിലേക്ക് മാത്രം തിരിച്ചു വെക്കാൻ നിന്നെ പാകപ്പെടുത്തലാണോ അതിന്റെ ഉദ്ദേശം? ഏതിനു വേണ്ടിയാണത്? നിന്റെ ശരീരത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള നിന്റെ മുൻഭാഗം മറ്റ് ഭാഗങ്ങളിലേക്കൊന്നും തിരിച്ചു വെക്കരുത്, ഖിബിലയിലേക്ക് തിരിച്ചു വെക്കണമെന്ന് നിന്നോട് കൽപ്പിച്ചപ്പോ ഇതിന്റെ അർത്ഥം നിന്റെ ഹൃദയം എന്ത് ചെയ്യണം? പൂർണ്ണമായും റബ്ബിന്റെ ഭാഗത്തേക്ക്, റബ്ബിലേക്ക് മാത്രം തിരിച്ചു വെക്കണം എന്ന് നിന്നെ പാകപ്പെടുത്തലാണല്ലോ അതിന്റെ ഉദ്ദേശം. അതാണ് അവിടെ ആവശ്യം. പുറമേ നീ എവിടേക്ക് തിരിഞ്ഞു നിന്നു? അല്ലാഹു തആല ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറഞ്ഞു, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. എന്ന ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഖിബിലയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? 18 മാസത്തോളം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചില്ലേ? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചല്ലോ. അതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു?
അതൊന്നും വിഷയമല്ല. അതിനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ വജ്ഹാണല്ലോ വിഷയം. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ കൽപ്പന പ്രകാരം ചെയ്യണം. അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താ? അതിനനുസരിച്ച് നിന്റെ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് മാത്രം എന്ത് ചെയ്യുക, തിരിക്കുക എന്നതാണ്. വഇന്നമാ ഹാദിഹിൽ ലവാഹിറു തഹരീകാത്തുൽ ലിൽ ബവാതിനി വലബ്തുൽ ലിൽ ജവാരിഹി, മറ്റ് ഭാഗങ്ങളിലേക്ക്, അതായത് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നതിനെ തൊട്ട് നിന്റെ ശരീരത്തെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഖിബലയിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിന്റെ അവയവങ്ങളും നിന്റെ ശരീരവും മറ്റു ഭാഗങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, തിരിഞ്ഞു കളിക്കുന്നതിനെ തൊട്ട് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ ശരീരം മറ്റു വശങ്ങളിലേക്ക് തിരിഞ്ഞു കളിക്കുന്നതിനെ തൊട്ട് നിന്റെ ശരീരത്തെ എന്ത് ചെയ്യുക, തടഞ്ഞു നിർത്തുക, നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു നിയന്ത്രിക്കൽ യഥാർത്ഥത്തിൽ എവിടെ ഉണ്ടാവണം? നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം. ആ ഹൃദയം മറ്റു വശങ്ങളിലേക്കും മറ്റു വിഷയങ്ങളിലേക്കും തിരിഞ്ഞു കളിക്കുന്നതിനെ തൊട്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചു നിർത്തുക എന്നതായിരിക്കണം ഉള്ളിൽ ഇതിന്റെ യഥാർത്ഥം. അതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ശരീരം മറ്റു ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു കളിച്ചാൽ അതോടൊപ്പം ആരും തിരിയും, ഹൃദയവും തിരിയും. അത് തിരിയാതിരിക്കാൻ അള്ളാഹുവിന്റെ വജീനത്തോട് തിരിയും. അതുകൊണ്ട് ഫൽയകുൻ വജ്ഹുക ഖൽബിക, നിന്റെ ഹൃദയത്തിന്റെ തിരിഞ്ഞു നിൽക്കുന്നത് ആവട്ടെ മാ വജ്ഹു ബദനിക, നിന്റെ ശരീരത്തിന്റെ മുൻഭാഗത്തോടുകൂടെ തന്നെ. അതായത് ശരീരത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു കളിക്കാതെ ഒരു നിശ്ചിത ദിശയിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തിരിച്ചു നിർത്തുന്നുവെങ്കിൽ നിന്റെ ഹൃദയവും എന്ത് ചെയ്യണം? മറ്റു വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു പോവാതെ അള്ളാഹുവിലേക്ക് മാത്രം തിരിക്കപ്പെട്ടതാവണം. ഫഅലമന്നഹു കമാ ലാ യതവജ്ജഹുൽ വജ്ഹു ഇലാ ജിഹത്തിൽ ബൈത്തി ഇല്ലാ ബിൽഇൻസിറാഫി അൻ ഗൈരിഹാ, ഖിബലയുടെ ഭാഗത്തേക്ക് മാത്രം നിന്റെ ശരീരം തിരിഞ്ഞു നിൽക്കണമെങ്കിൽ എന്ത് വേണം? മറ്റു ഭാഗങ്ങളെ തൊട്ട് ഇതിലേക്ക് തിരിക്കണം നിന്റെ ശരീരത്തെ. മറ്റു ഭാഗങ്ങളിലേക്ക് തിരിയാതെ ഖിബലയിലേക്ക് മാത്രം നിന്റെ ശരീരം തിരിഞ്ഞു നിൽക്കണമെങ്കിൽ മറ്റു ഭാഗങ്ങളെ തൊട്ടൊക്കെ ശരീരത്തെ എന്ത് ചെയ്യണം? തടഞ്ഞു നിർത്തി ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. എങ്കിൽ ഫലാ യൻസരിഫുൽ ഖൽബു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിലേക്ക് നിന്റെ ഹൃദയം തിരിഞ്ഞു അവനിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കണമെങ്കിലോ ഇല്ലാ ബിത്തഫറുഗി അമ്മാ സിവാഹു, അല്ലാഹു അല്ലാത്ത മറ്റതിനെ തൊട്ടൊക്കെയും നിന്റെ ഹൃദയം ഏതായിരിക്കണം? ഖാലിയായിരിക്കണം, ഒഴിവായിരിക്കണം. മറ്റു ഭാഗങ്ങളിലേക്കൊന്നും നിന്റെ ശരീരം തിരിയരുത് എന്നതുപോലെ മറ്റു വശങ്ങളിലേക്കൊന്നും നിന്റെ മനസ്സും അത് ചെയ്യരുത്, തിരിയാതിരിക്കുകയും വേണം. ഇതാണ് ഈ പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുൻപുള്ള ശുറൂത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വഅമ്മൽ ഇഅ്തിദാലു ഖായിമൻ, പിന്നെ നമസ്കാരത്തിൽ വന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്നിങ്ങനെ നിൽക്കുക. ഈ നൃത്തം എന്താണ്? അതും ഒരു വെറുതെ അല്ല. ഫഇന്നമാ ഹുവ മഫൂലുൻ ബിശ്ശഖ്സി വൽ ഖൽബി ബൈന യദയില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ മുന്നിൽ നിന്റെ ശരീരം കൊണ്ടും നിന്റെ ഹൃദയം കൊണ്ടും നീ ഏത് ചെയ്യാണ്? നീ വന്നിട്ട് എന്ത് ചെയ്യാണ്? സന്നിഹിതനായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നീ കീഴടങ്ങിയിരിക്കുകയാണ്. കോടതിയിൽ വന്ന് കീഴടങ്ങുക എന്ന് പറയും എന്നതുപോലെയല്ല, അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് നിന്റെ ശരീരം മാത്രമല്ല നിന്റെ ഹൃദയം കൊണ്ട് നീ കീഴടങ്ങിയിരിക്കുകയാണ്. ഫൽയകുൻ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫൽയകുൻ റഅസുകല്ലദീ ഹുവ അർഫഉ അലൈക മത്റൂകൻ മുതഅത്താൻ മുതനക്കിസൻ, നീ റബ്ബിന്റെ മുന്നിൽ അങ്ങനെ വന്നു നിൽക്കുമ്പോ അഹങ്കാരത്തോടു കൂടെ വന്നു നിൽക്കണ്ട, അശ്രദ്ധയോടുകൂടെ വന്നു നിൽക്കണ്ട, കണ്ണു തുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കണ്ട. നീ എന്ത് ചെയ്തോ? നിന്റെ തല ഒന്നിങ്ങനെ താഴ്ത്തി വെച്ചോ. തലങ്ങനെ വല്ലാതെ താഴ്ത്തണ്ട, ഒന്നിങ്ങനെ താഴ്ത്തി വെക്കുക, ചെറുതായി താഴ്ത്തി, നിന്റെ താഴ്മ പ്രകടമാക്കുന്ന തരത്തിൽ ഒന്നിങ്ങനെ താഴ്ത്തി വെക്കുക. നിന്റെ തല എന്ന് പറയുന്നത് നിന്റെ ശരീരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഉയർന്നു നിൽക്കുന്നതുമായ അവയവമാണ്. അതിനെ എന്ത് ചെയ്യുക? റബ്ബിന്റെ മുന്നിൽ താഴ്ത്തി വെക്കുക, ഒന്നിങ്ങനെ ചെറുതാക്കി കുനിച്ചു വെക്കുക. ഖിബ്ലയിൽ നിന്ന് തെറ്റുന്ന തരത്തിലല്ല, ഒന്ന് ചെറുതാക്കി കുനിച്ചു വെക്കുക. വൽയകുൻ വലഉർ റഅസി അൻ ഇർതിഫാഹി, ആ തലയെ താഴ്ത്തി വെക്കണം, തല ഒന്നിങ്ങനെ കുനിച്ചു വെക്കണം. നിൽക്കുമ്പോ തന്നെ ഒന്നിങ്ങനെ തല താഴ്ത്തി നിൽക്കണമെന്ന് പറഞ്ഞത് എന്തിനാ? തംബീഹൻ അലാ ഇൽസാമിൽ ഖൽബി അത്തവാളുഅ വത്തദല്ലുല വത്തബർരിഅ അനിത്തബനി അനിത്തറഉസ് വത്തകബ്ബുരി. അഹങ്കാരം, ഞാനിങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആള്, ഞാൻ വലിയ ആള്, ഞാൻ എന്റെ കാര്യം, ഞാൻ എന്നതിനെ തൊട്ട് നിന്റെ ഹൃദയത്തെ തിരിച്ച് ഹൃദയത്തിന്റെ അഹങ്കാര സ്വഭാവം ഇല്ലാതെയാക്കി താഴ്മയും എളിമയും നിന്യതയും റബ്ബിന്റെ മുന്നിൽ പ്രകടമാക്കാൻ വേണ്ടിയുള്ള ഒരു രൂപം, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയാവട്ടെ നിന്റെ തല നീ താഴ്ത്തി വെക്കുന്നത്. തല ഒന്നിങ്ങനെ ചെറുതാക്കി കുനിച്ച് അതോടുകൂടെ അച്ചടക്കത്തോടുകൂടെ വന്നിങ്ങനെ നിൽക്കുമ്പോ അതൊരു തലയിൽ ഒതുക്കരുത്.
ചെയ്യരുത്. അത് പകരം എന്തായിരിക്കണം? നിന്റെ ഹൃദയം കൂടി അവിടെ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ തന്നെ ആ ഒരു താഴ്മ, ഹൃദയത്തിൽ തന്നെ ആ ഒരു നിന്ദ്യത പ്രകടമാക്കുന്ന തരത്തിലുള്ള നൃത്തം ആയിക്കൊള്ളട്ടെ എന്ന് ആ രൂപത്തിൽ നിൽക്കണം. ഇങ്ങനെ നിന്ന് ആ അച്ചടക്കത്തോടു കൂടെ ഇങ്ങനെ നിന്നതിന്റെ ശേഷം പിന്നെ നീ എന്ത് ചെയ്യും? നീ നിയ്യത്ത് ചെയ്യും. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യാം. എന്താണത്? നിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫാസിം അലൽ ഇജാബത്തില്ലാഹി അസ്സ വജല്ല ഫിംതിസാലി അംരിഹി ബിസ്സലാത്തി വഇത്മാമിഹാ വൽ കഫി അൻ നവാഖിദിഹാ വമുഫ്സിദാതിഹാ. ആ തരത്തിൽ നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? റബ്ബിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി ആ കൽപ്പനയെ പൂർണ്ണാർത്ഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒരു തീരുമാനമെടുക്കലാണ്. റബ്ബിനോടൊരു കാര്യം കൽപ്പിച്ച് അത് ചെയ്യാൻ വേണ്ടി വന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ നൃത്തം അതിനു വേണ്ടിയുള്ളതാ, റബ്ബിന്റെ കൽപ്പന നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള നൃത്തമാണ് എന്ന ഒരു തീരുമാനം. അതായിരിക്കണം നെയ്യത്ത്. വെറുതെ ഒരു നമസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കൽ മാത്രമല്ല, ആ നമസ്കരിക്കാൻ വേണ്ടി നെയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കൽപ്പന നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ്. ആ നമസ്കാരത്തിന് ദോഷമാകുന്നതൊന്നും എന്റെ നമസ്കാരത്തിൽ എന്റെ ചിന്തയിൽ വരരുത് എന്ന നിലക്കുള്ള ഒരു തീരുമാനവും ഒരു ഉറച്ച തീരുമാനമാണ്. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം, റബ്ബിന്റെ കൽപ്പന നടപ്പിൽ വരുത്താനാണ്. അപ്പൊ അവന്റെ വജ്ഹിന് വേണ്ടി മാത്രം ആയിരിക്കുകയും വേണം. അവന്റെ സവാബിനെ പ്രതീക്ഷിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവനുമായുള്ള ഒരു അടുപ്പം പ്രതീക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ആയിരിക്കണം നിന്റെ ആ നൃത്തം. അങ്ങനെ ആ നിയ്യത്തോടു കൂടി റബ്ബിന്റെ കൽപ്പന പൂർണ്ണമായും പരമാവധി നടപ്പിൽ വരുത്താൻ വേണ്ടി തീരുമാനമെടുത്ത് അല്ലാഹു അക്ബർ നീ തക്ബീർ ചെല്ലാൻ. ഇങ്ങനെ തക്ബീർ ചെല്ലാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയാണ് നാവുകൊണ്ട്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഫൈദാ നതക ബിഹി ലിസാനുക, നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അള്ളാഹുവാണ് ഏറ്റവും വലുത്, എനിക്ക് അള്ളാഹു അല്ലാത്ത മറ്റൊന്നും വലുതല്ല, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് പറയുന്നു. ഇത് പ്രഖ്യാപിക്കുകയാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫയംബഗി അല്ലാ യുകദ്ദിബഹു ഖൽബുക, നാവ് കൊണ്ട് നീ ഇത് പറയുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം അത് കളവാക്കരുതല്ലോ. നാവ് കൊണ്ട് അള്ളാഹുവാണ് ഏറ്റവും വലുത് നീ പറയുന്നുണ്ട്, അതിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല, എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ചെറുതാണ്, അവനാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് കളവാക്കുന്ന മനസ്സിൽ വലിയ വലിയ കാര്യങ്ങൾ വേറെയാണ്. നാവ് കൊണ്ട് അല്ലാഹു അക്ബർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, മനസ്സിൽ ഇവന്റെ വിഷയങ്ങൾ വലിയ വലിയ കാര്യങ്ങളായിട്ട് ഇവൻ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. അവൻ മനസ്സ് കളവാക്കുന്നു നാവ് കൊണ്ട് പറയുന്നതിനെ. ഈ രൂപത്തിലാവരുതല്ലോ, ആവരുത്. അതുകൊണ്ട് ഫൈൻ കാന ഫീ ഖൽബിക ശൈഉൻ ഹുവ അക്ബറു മിനല്ലാഹി സുബ്ഹാന, അല്ലാഹുവിനേക്കാളും നിനക്ക് വലുതായി തോന്നുന്ന നിന്റെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഫല്ലാഹു യഷ്ഹദു ഇന്നക ലകാദിബുൻ, അല്ലാഹു സാക്ഷ്യപ്പെടുത്തുകയാണല്ലോ നീ കള്ളനാണെന്ന്. നീ നാവ് കൊണ്ട് റബ്ബിന്റെ മുന്നിൽ വന്നിട്ട് അല്ലാഹു അക്ബർ, പടച്ചവനാണ് ഏറ്റവും വലുതിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല, ഒക്കെ ഞാൻ എന്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു, എനിക്ക് റബ്ബ് മാത്രമാണ് വലുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ പറയൽ അവിടെ നടക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ നിനക്ക് പല വലിയ വലിയ കാര്യങ്ങളും അതോടൊപ്പം ഉണ്ടാകുമ്പോൾ അല്ലാഹു അവിടെ സാക്ഷ്യം വഹിക്കുന്നു, ഇവൻ കള്ളനാണ്, നീ കള്ളനാ പറഞ്ഞത്. നിന്റെ ഹൃദയത്തിൽ വലിയ വലിയ കാര്യങ്ങളായി നീ കൊണ്ടു നടക്കുന്നത് വേറെ പലതാണല്ലോ. ഇത് മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെയാണ്. മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വാസമില്ലാതെ പുറമേ വന്നിട്ട് എന്ത് പറഞ്ഞു? നഷ്ഹദു ഇന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാഹു തആല എന്ത് പറഞ്ഞു? അല്ലാഹു യഅലമു ഇന്നക റസൂൽ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാന്ന് അല്ലാഹു തആലക്ക് അറിയാം. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ആ മുനാഫിക്കീങ്ങൾ കള്ളാണ് പറഞ്ഞത്. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് കള്ളല്ലല്ലോ, പക്ഷെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞു, ഉള്ളിൽ അത് വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവർ കള്ളം പറഞ്ഞവരാണെന്ന് പറഞ്ഞു. എന്നതുപോലെയായിരിക്കും നിന്റെ അവസ്ഥ. നാവ് കൊണ്ട് അല്ലാഹുവാണ് ഏറ്റവും വലുത് നീ പറയുന്നു, വാസ്തവത്തിൽ നിന്റെ ഉള്ളിലേതില്ല, വലിയ വലിയ കാര്യങ്ങളായി നീ കൊണ്ടു നടക്കുന്നത് മറ്റു പലതുമാണ്. അതുകൊണ്ട് ഫൈൻ കാന ഹവാക, നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ കണക്കുകൂട്ടലുകളും നിനക്കൊരുപാട് സ്വപ്നങ്ങളും ഇതാണെങ്കിൽ അഗ്ലബാലൈക മിൻ അംരില്ലാ, അല്ലാഹുവിനേക്കാളും നിനക്ക് വലുത് അതൊക്കെയാണ്. നിന്റെ കച്ചവടമൊക്കെ കാര്യങ്ങൾ അതൊക്കെയാണ് നീ തീരുമാനിക്കണം സംസ്കരിക്കാൻ വന്നു തന്നെ. അതുകൊണ്ട് അതാണ് നിനക്ക്, ആ കാര്യങ്ങളൊക്കെയാണ് അല്ലാഹുവിനേക്കാളും നിനക്ക് വലുതെങ്കിൽ ഫഅൻത അത്വഉ ലഹു മിൻക ലില്ലാഹി തആല, അല്ലാഹുവിനല്ല നീ യഥാർത്ഥത്തിൽ അവിടെ വഴിപ്പെടുന്നത്, അവിടെ ആർക്കാം? നിന്റെ ഹൃദയത്തിലേതോ അതിനാണ്.
ഹൃദയത്തിൽ മറ്റു പലതുമാണല്ലോ. ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുകയാണ്, നിസ്കരിക്കാൻ പോണ അന്ന് പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ചെരുപ്പ് ആരെങ്കിലും കൊണ്ടുപോവോ? പടച്ചോനെ, ചെരുപ്പ് ആരെങ്കിലും കൊണ്ടുപോവോ? അല്ലാഹു അക്ബർ എന്നിങ്ങനെ നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഒരു വിലയുമില്ലാത്ത ചെരുപ്പിന് മനസ്സിൽ സ്ഥാനം കൊടുക്കാം. ഇയ്യാക നഅ്ബുദു എന്ന് റബ്ബിനോട് പറയേണ്ടത് മനസ്സിലുള്ളത് ചെരുപ്പാണ്. അല്ലെ, ആരെങ്കിലും കൊണ്ടുപോകാം, നിസ്കരിച്ചിട്ട് ഞാൻ പോയോക്കണം, അതാരെങ്കിലും കൊണ്ടുപോകുന്നുള്ള ഒറ്റ ചിന്തയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ തോന്നുന്നു. എന്തായിരിക്കും അവന്റെ റബ്ബിന്റെ സ്ഥാനത്ത് എന്തിനെ സ്ഥാപിക്കുന്നത്? എന്തുമാത്രം ഒരു അദബുകേട് റബ്ബിനോട് കാണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഫഖദ് ഇത്തഖൽതഹു ഇലാഹക വകബ്ബർതഹു, നിന്റെ മനസ്സിൽ നിന്റെ കുറെ കണക്കുകൂട്ടലുകളും നിന്റെ സാമ്രാജ്യം, നിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും നിന്റെ കാര്യങ്ങളാണ്. അതിനെ മനസ്സിൽ വലുതാക്കി വെച്ചുകൊണ്ട് നാവ് കൊണ്ട് നീ വെറുതെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ നിന്റെ അടുത്ത് വലുത് ആ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നീ വലുതാക്കുന്നത് നാവ് കൊണ്ട് അല്ലാഹുവിനെ വലുതാക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു? മറ്റു പലതിനെയും വലുതാക്കുന്നു. അതാണ് നിനക്ക് മനസ്സിൽ വലുതെങ്കിൽ അള്ളാഹുവിനെ അല്ല നീ ഇലാഹാക്കിയത്. ആരെയാണ്? നിന്റെ മനസ്സിലുള്ള നിന്റെ കണക്കുകൂട്ടലുകളെയും നിന്റെ ആവശ്യങ്ങളെയും നിന്റെ ആഗ്രഹങ്ങളുമാണ് നിനക്ക് ഇലാഹ്. അതാണ് നിന്റെ ഇലാഹ്. ഫയൂഷിക്കു അൻ യകൂന ഖൗലുക അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നീ പറയുന്നത് കലാമൻ ബിൽ ലിസാനിൽ മുജറദി, വെറും നാവ് കൊണ്ട് പറയുന്നതായിരിക്കും, വെറും നാവ് കൊണ്ട് പറയുന്നതായിരിക്കും. വഖദ് തഖല്ലഫൽ ഖൽബു അൻ മുസാദതിഹി, ഹൃദയത്തിൽ അതില്ലല്ലോ, ഹൃദയത്തിൽ അത് ഹൃദയം അതിനെ സഹായിക്കുന്നില്ലല്ലോ. ഹൃദയത്തിൽ അതല്ല ഉള്ളത്, മനസ്സിൽ മറ്റു പലതാണ് വലുതായിട്ടുള്ളത്. നാവ് കൊണ്ട് മാത്രം നീ പറയുന്നു. വമാ അഅ്ളമൽ ഖത്തറ ഫീ ദാലിക, അത് എത്ര അപകടം പിടിച്ചതാണ്. അപ്പൊ അത് എത്ര അപകടം പിടിച്ചതാണ്. അള്ളാഹുവിന്റെ നാവ് കൊണ്ട് റബ്ബിന്റെ മുന്നിൽ അള്ളാഹു അക്ബർ എന്ന് പറയാം, മനസ്സിൽ പല വിഷയങ്ങളും വലുതാക്കി കൊണ്ട് നടക്കുക. അപ്പൊ ആരെയാ യഥാർത്ഥത്തിൽ വലുതാക്കുന്നത്? ആരോടായി തമാശ കളിക്കുന്നത്? ആരെയാണ് ഈ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? ഇത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. ലൗല തൗബത്തു വൽ ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിനോട് പൊറുക്കൽ തേടുകയും ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് അവസ്ഥ? വഹസ്നുൽ ലന്നി ബികറമില്ലാഹി തആല വഅഫുഹി, അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹു മാപ്പ് നൽകിയെങ്കിൽ എന്ന് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം. ഇതില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചല്ലേ പറയുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചാ പറയുന്നത്. ഓരോരുത്തർക്കും അവരവരെ സംബന്ധിച്ചറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉള്ളറിയുന്നവനാണ്. അവന്റെ നോട്ടം മനസ്സിലേക്കാണ്. മനസ്സിൽ പലതും വലുതായി കൊണ്ട് നടക്കുന്നു. ആ ചിന്തകളിലാ ഉള്ളത്. അത് ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് അല്ലാഹു ആലം. ആ സ്ഥാനത്ത് പുറമേ പറയുന്നതോ അല്ലാഹു അക്ബർ. ഇതെന്തൊരു അത്ഭുതമാണ്. ഇതാരെയായി കളിയാക്കുന്നത്? എന്നിട്ടും അള്ളാഹു ഇങ്ങനെ കയറൂരി വിടുന്നതും അവൻ ഔദാര്യം ചെയ്യുന്നതും അനുഗ്രഹം കാണിക്കുന്നതും എന്തൊരു ഔദാര്യം എന്നാ ഇതിന് പറയാ? ഇതിനൊരറ്റമുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി ഒരുപാട് വിഷയങ്ങൾ ഇനി ഇഫ്തിതാഹിന്റെ ദുആ ഫാത്തിഹയിലേക്ക് അങ്ങനെ കടന്നു പോവുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീടാവാം. മൊത്തത്തിൽ നമസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുൻപ് തന്നെ അതിനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പും മനസ്സിനെ പാകപ്പെടുത്തലുകളും ഈ രൂപത്തിൽ കൊണ്ടുവന്ന് നമസ്കാരം അങ്ങോട്ട് കഴിയുന്നതോടുകൂടി ഒരു വലിയ അനുഭൂതി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അത് അർഹിക്കുന്ന ഗൗരവത്തോടെ നാം കണ്ട് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവുകയും ചെയ്യും. അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒക്കെ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന എന്റെ അടുത്ത് റസൂലുള്ളാഹി ഉണ്ടാകുമ്പോ കാന ഫീ മിഹ്നത്തി അഹ്ലിഹി, വീട്ടിലെ ജോലികളൊക്കെ റസൂലുള്ള ചെയ്യും. വീട്ടിൽ ജോലികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. വേറെ ചില റിപ്പോർട്ടിലുണ്ട് യുഹദ്ദിസുനാ വനുഹദ്ദിസു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. ഫൈദാ സമിഅൻ നിദാ, വേറെ റിപ്പോർട്ട് ഫൈദാ നൂദിയ ബിസ്സലാ, നമസ്കാരത്തിന് ബാങ്ക് കേട്ടാലോ കഅന്നഹു ലം യഅരിഫ്നാ, പിന്നെ അല്ലാഹുവിന്റെ റസൂലിന് ഞങ്ങളായിട്ടൊരു പരിചയമില്ലാത്ത പോലെയാണ്. പിന്നെ അവസ്ഥ തന്നെ മാറിപ്പോയി. കഅന്നഹു ലാ യഅരിഫു അഹദൻ മിനൻ നാസി, ഒരാളെയും റസൂലുള്ളാഹിക്ക് പിന്നെ പരിചയമില്ലാത്തത് പോലെയാണ്. പിന്നെ അവസ്ഥ മാറി. അതുവരെ ഞങ്ങളുമായി ഇടപഴകുന്നു, സംസാരിക്കുന്നു, ഞങ്ങൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ബാങ്ക് അങ്ങോട്ട് കേൾക്കുന്നതോട് റസൂലുള്ളാഹിയുടെ മുഖം മാറി, ചിന്ത മാറി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പരിചയമില്ല, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കണ്ടാൽ അറിയുന്നില്ല. ഒരവസ്ഥ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ വേണ്ടി പോകുന്നു. അതിനുള്ള മനസ്സിന്റെ അവസ്ഥകളാകെ മാറി. റസൂലുള്ളാഹിയുടെ മനസ്സിന്റെ അവസ്ഥ തന്നെ എത്രത്തോളം വെച്ചാൽ ഞങ്ങളെ കണ്ടാൽ അറിയാത്ത അവസ്ഥ, നിസ്കാരം കഴിയുന്നവരെ ഞങ്ങൾ നമ്മളൊരു പരിചയമില്ലാത്തതുപോലെ. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറായിരുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്?
അത് മനസ്സിലാക്കി ഈ രൂപത്തിൽ നമസ്കാരത്തിന് വേണ്ടി അതിന്റെ മുൻപ് അല്ലാഹു തആല മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരാൻ നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ള ഈ സൗകര്യങ്ങൾ, ഈ വിഷയങ്ങൾ അതർഹിക്കുന്ന തരത്തിൽ അതിനെ കണക്കിലെടുക്കുകയും ആ രൂപത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്താൽ പരമാവധി ഒരു പരിധി വരെയൊക്കെ നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ പാപികളായ ദോഷികളായ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ അർഹിക്കുന്ന നിന്റെ അളമത്തിനെ മനസ്സിലാക്കിയും കൊണ്ട് നീ അർഹിക്കുന്ന തരത്തിൽ ഇബാദത്ത് തീർക്കാൻ പാപികളായ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. പക്ഷേ നിന്റെ ഫളില് കൊണ്ട്, നിന്റെ കറമ് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ഈ പാപികളായ ഞങ്ങളെ നീ സ്വീകരിക്കണം, ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇബാദാത്തുകളിലുള്ള എല്ലാ കുറവുകളും വീഴ്ചകളും പരിഹരിച്ചുകൊണ്ട് നിന്റെ ഫളില് കൊണ്ട് കബൂൽ ചെയ്യണേ തമ്പുരാനെ, നിന്റെ ഫളില് കൊണ്ട് കബൂൽ ചെയ്യണേ തമ്പുരാനെ.